ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം ത്തിൻ്റെ അകത്തുന്ന ഒരു സന്ദേശം നിങ്ങളുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ തുടർമാനമായി ന്യായാധിപന്മാരെ പറ്റിയാണ് തുടർമാനമായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പകലും. അതുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 3 മാസത്തോളമായി ഈ സന്ദേശങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ ഈ സന്ദേശം മുഖാന്തരമായി കർത്താവ് അയക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ സ്വർഗത്തിൽ ദൈവം അയക്കുന്ന ദിവസമാക്കി കർത്താവ് തീർക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ തന്നെ ദൈവത്തിന് നാസീരായിരിക്കണം, അവൻ ഇസ്രായേലിനെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം, ഇതിൻ്റെ അകത്ത് ശിംശോനെ ദൈവം ന്യായാധിപനായിട്ട് ന്യായപാലനത്തിന് വേണ്ടി സ്വർഗത്തിൽ ദൈവം തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ തുടർമാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കപ്പെടുന്ന ന്യായപാലനം ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയിൽ നിന്നും ശിംശോൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ കാലഘട്ടത്തിൽ ദൈവം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല ദൈവം തിരഞ്ഞെടുത്തത്. ആ കാലഘട്ടത്തിൽ അതുവരെ ഇല്ലാതിരുന്നൊരു വ്യക്തിയെ ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി ദൈവം ജനിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റ് ന്യായാധിപന്മാരെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവർ പ്രായമായവരും അവർക്ക് ഈ ദൗത്യങ്ങളെ സ്വീകരിക്കുവാൻ കരുത്തേറിയ സാഹചര്യങ്ങളുടെ അകത്താണ് ഈ ദൗത്യങ്ങളെ പരിശുദ്ധതയും അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് പകർന്ന ദൈവം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഗ്രഹത്തിന് വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ അകത്ത് ന്യായപാലനത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ നിങ്ങൾക്കറിയാം. ഓരോ കാലഘട്ടത്തിലും യോശുവയുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അവരെടുത്ത പ്രതിജ്ഞ, അവരെടുത്ത ദൈവത്തോട് എടുത്ത ഉടമ്പടിയിൽ നിന്ന് അവർ പുറകോട്ട് വരുവാനിടയായി. ഓരോ കാലഘട്ടത്തിലും ആ ജനറേഷൻ കഴിഞ്ഞു പോയപ്പോൾ ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിൻ്റെ കരുതലുകൾ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകൾ മറന്ന അടുത്ത ജനറേഷൻ വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് പ്രവേശിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വിഗ്രഹാരാധനയിലേക്ക് പ്രവേശിക്കപ്പെടുകയും ദൈവത്തിൽ നിന്ന് അകന്ന് സഞ്ചരിച്ച ജനറേഷൻ അവരെ ദൈവം മനഃപൂർവ്വമായി ശത്രുവിൻ്റെ കയ്യിൽ, ശത്രു പീഡിപ്പിക്കുവാൻ വേണ്ടി, ശത്രു അവരെ ഞെരുക്കുവാൻ വേണ്ടി ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അങ്ങനെ ഏൽപ്പിക്കപ്പെടുന്ന സമയത്ത് ദൈവത്തോട് അവർ രക്ഷയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന സമയത്ത് അവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, ന്യായപാലനം ചെയ്യുവാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് ഓരോ വ്യക്തികളെയും ദൈവം എഴുന്നേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ശിംശോൻ്റെ ഈ ഭാഗം വരുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുകയോ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടോ ഇതിൻ്റെ മുൻഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇതിൻ്റെ അകത്ത് ആ കാലഘട്ടത്തിൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ശിംശോനെ ദൈവം തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പ് തികച്ചും വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പാണ്. ആ കാലഘട്ടത്തിൽ സൂട്ടബിളായിട്ടുള്ള ഒരു വ്യക്തി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കണ്ണിൽ ഒരുപക്ഷെ കണ്ടു കാണത്തില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു വ്യക്തിയെ ജനിപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് സാധ്യതയുള്ള കുടുംബമല്ല, ഒരു സാധ്യതയില്ലാത്തൊരു കുടുംബത്തിൻ്റെ അകത്തുനിന്ന് ആണ് ദൈവം തിരഞ്ഞെടുത്തത്. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സാധ്യതയില്ലാത്ത കുടുംബങ്ങളുടെ അകത്ത് ചലനങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറയിൽ ഒരു സാധ്യതയില്ലെങ്കിൽ നിന്റെ തലമുറയെ ദൈവം കരത്തിലെടുക്കാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, സാധ്യതയില്ലാത്ത കുടുംബങ്ങളുടെ അകത്ത്, അസാധ്യമായിട്ട് നിൽക്കുന്ന മേഖലകളുടെ അകത്ത് ദൈവത്തിന്റെ ഭയങ്കര കരം ഈ സർവീസ് ചിലരുടെ ലൈഫിൽ ദൈവം ഇടപെടുന്ന സർവീസാക്കി ദൈവം തീർക്കാൻ പോവുകയാണ്. എന്നോട് ദൈവാത്മാവ് ആവർത്തിച്ച് പറഞ്ഞു, സാധ്യതയില്ലാത്ത നിന്റെ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നു. സാധ്യതയില്ലാത്ത നിന്റെ തലമുറയെ ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നു. സാധ്യതയില്ലാത്ത നിന്നെ എന്റെ ദൈവം മാനിക്കാൻ പോകുന്നു. കാലഘട്ടം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചലനത്തിന് വേണ്ടി ഒരു സാധ്യതയില്ലാത്ത തിരഞ്ഞെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സാധ്യതയില്ലാത്ത കുടുംബത്തിൻ്റെ അകത്തുനിന്നാണ് ദൈവം ശിംശോനെ തിരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് പാസ്റ്ററെ സാധ്യതയില്ലാത്ത കുടുംബം എന്ന് പറഞ്ഞത്? നിങ്ങൾക്കറിയാം, ഈ ശിംശോൻ്റെ പിതാവിൻ്റെ പേര് വേദപുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. മാതാവിൻ്റെ പേര് അവിടെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അവിടെ പിതാവ് അതിനെ പറ്റി പറയുന്നുണ്ട്, മനോഹ. പിതാവും ശിംശോൻ്റെ മാതാവും ഇവർക്ക് തലമുറ ഇല്ലാതെ ഇരുന്നൊരു കുടുംബമാണ്. ആ കാലഘട്ടത്തിൽ തലമുറ ഇല്ലാതിരിക്കപ്പെടുന്നത് തികച്ചും ഒരു ശാപമായിട്ട് കണക്കിടുകയും ആ കാലഘട്ടത്തിൽ അവഗണിക്കപ്പെട്ട മേഖലയിലൂടെ സഞ്ചരിക്കപ്പെടുന്നവരാണ് തലമുറയില്ലാത്ത മേഖലയിലൂടെ സഞ്ചരിക്കുന്നത്. ഇങ്ങനെ തലമുറകളില്ലാത്ത കുടുംബത്തിൻ്റെ അകത്തുനിന്ന് ഒരുവനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു ശിംശോനെ ദൈവം ജനിപ്പിച്ചത്. അതിനുവേണ്ടി ഒത്തിരി സാധ്യതയുള്ള ജനനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള കുടുംബത്തിൻ്റെ അകത്തുനിന്ന് ഒരു വ്യക്തിയെ വാഴ്ത്തപ്പെട്ട ദൈവത്തിന് തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ ജനനം ഒന്നും നടക്കാതെ ഒരു തലമുറ പുറത്തു വരത്തില്ല എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൻ്റെ അകത്തുനിന്ന്
ദൈവം തിരഞ്ഞെടുപ്പാനിടയായി. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം ശാന്തമായി കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ കുടുംബങ്ങളിലകത്തും ജനനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളിലകത്ത് ജനിക്കുന്ന തലമുറകളെല്ലാം വാഗ്ദത്ത സന്തതികളാക്കി കർത്താവ് തീർക്കാൻ പോവുകയാണ്. നിങ്ങൾ നോക്കിക്കേ, വേദപുസ്തകത്തിൻ്റെ അകത്ത് തലമുറയില്ലാതെ ഇരുന്ന് ജനിക്കപ്പെട്ട തലമുറകളെല്ലാം ആ കാലഘട്ടത്തിലെ ശക്തന്മാരാക്കി ദൈവം തീർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഈ സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. നിങ്ങളുടെ മേൽ ദൈവമിടാൻ പോകുന്ന പദ്ധതി, നിങ്ങളിലൂടെ ജനിക്കാൻ പോകുന്ന തലമുറ, അത് കാലഘട്ടത്തിന്റെ ഉണർവിനായി ദൈവം ഉപയോഗിക്കുന്ന തലമുറയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ തലമുറകളില്ലാത്തൊരു കുടുംബത്തിന്റെ അകത്തുന്ന ദൈവത്തിന്റെ അസാധാരണമായ സാധ്യതയുടെ മേഖലകൾ, ലോകം അസാധ്യമെന്ന് പറഞ്ഞ മേഖലകളുടെ അകത്തുനിന്ന് ദൈവം തിരഞ്ഞെടുക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ മേഖലയ്ക്കകത്താണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. മനോഹയും തൻ്റെ ഭാര്യയും തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മനോഹ എന്ന ഈ ദൈവമനുഷ്യൻ തൻ്റെ ഭവനത്തിൻ്റെ അകത്തില്ലാതിരിക്കുന്ന സമയത്ത്, തൻ്റെ ഭാര്യ വീട്ടിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഒരു എൻകൗണ്ടർ സംഭവിക്കാനിടയായി. ദൈവത്തിൻ്റെ ദൂതൻ വന്ന് ഒരു അരുളപ്പാട് കൊടുക്കുകയാണ്. ആ അരുളപ്പാട് എന്തെന്നറിയാവോ? ഒരു തലമുറ ജനിക്കാൻ പോവുകയാണ്. ആ തലമുറ നാസീർ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിയായി തീരണം. പഴയ നിയമ കാലഘട്ടത്തിൽ നാസീർ അനുഷ്ഠിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി കണ്ടീഷനുകൾ നമുക്ക് കാണാൻ കഴിയും. അത് പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടി, ഒരു കാലഘട്ടത്തിന് വേണ്ടി മാത്രം നാസീർ അനുഷ്ഠിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ നാസീർ അനുഷ്ഠിക്കുന്നത് ഒരു കാലഘട്ടത്തിന് വേണ്ടിയല്ല. ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അന്ത്യം വരെ അവൻ നാസീർ അനുഷ്ഠിക്കപ്പെടുന്ന വ്യക്തിയായി തീരണം. നാസീർ എന്ന എബ്രായ പദമാണ്. അതിൻ്റെ അർത്ഥം വേർതിരിക്കുക, പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കുക. അങ്ങനെ അതിൻ്റെ അകത്ത് മൂന്ന് കണ്ടീഷനാണ് പ്രധാനമായിട്ട് പറയുന്നത്. വീഞ്ഞു കുടിക്കാൻ പാടില്ല, തലയിലെ മുടി നോക്കിക്കേ കത്തിരിക്കാൻ പാടില്ല, അടുത്ത ഒരു മേഖല ശവത്തിൽ തൊടാൻ പാടില്ല. മൂന്ന് കണ്ടീഷൻ ഈ മനോഹയുടെ ഭാര്യ എടുത്ത് പറയുകയും ഈ ദൈവത്തിൻ്റെ ആലോചന കേട്ട് സന്തോഷത്തോടെ ഇരിക്കപ്പെടുന്ന മനോഹയുടെ ഭാര്യ മനോഹ വന്നപ്പോൾ ഈ അരുളപ്പാടങ്ങ് കൈമാറുകയാണ്. ഇന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആലോചനയുമായി ദൈവത്തിൻ്റെ ദൂതനിറങ്ങി പറഞ്ഞു, ഒരു തലമുറ ജനിക്കാൻ പോവുകയാണ്. ആ തലമുറ നാസീർ അനുഷ്ഠിക്കുന്ന വ്യക്തിയായി തീരണം. ആ തലമുറയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കണ്ടീഷനുകൾ ദൈവത്തിൻ്റെ ദൂതന്മാർ പറഞ്ഞു. നോക്കിക്കേ, ഈ പിതാവിൻ്റെ ആവേശം അനുഗ്രഹിക്കപ്പെട്ട ഒരു ആവേശമായിരുന്നു. ഈ പിതാവിൻ്റെ ആവേശം ഇത് എങ്ങനെ വളർത്തണമെന്ന് എനിക്കും കൂടെ കേൾക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലമുറയെ വളർത്തേണ്ടത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. നമ്മുടെ തലമുറയെ വളർത്തേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായി തീരണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ മനോഹയ്ക്ക് തൻ്റെ ഇഷ്ടപ്രകാരം തനിക്ക് ലഭിക്കപ്പെടുന്ന തലമുറയെ തൻ്റെ ഇഷ്ടപ്രകാരം ഒരുപക്ഷെ തനിക്ക് വളർത്താമായിരുന്നു. പക്ഷേ തൻ്റെ ഇഷ്ടമല്ല അവിടെ വെളിപ്പെടേണ്ടത്. എനിക്ക് ദൈവം തരാൻ പോകുന്ന തലമുറയെ ഭാര്യയോട് സംസാരിച്ച ദൈവം എന്നോടും സംസാരിക്കണം. എങ്ങനെ അടുക്കും ചിട്ടയുമായിട്ട് അവനെ വളർത്തണം, ഏത് രീതിയിൽ അവനെ എത്തിക്കണം, എന്താണ് ദൈവത്തിൻ്റെ മേൽ ദൈവം അവൻ്റെ മേൽ ഇട്ടിരിക്കപ്പെടുന്ന പർപ്പസുകൾ, അതെനിക്ക് പൂർണ്ണമായിട്ട് ദൈവം കാണിച്ചു തരണം. അതിനുവേണ്ടി മനോഹ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് വേദപുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. സത്യസന്ധമായി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾപ്പാനിടയാകും. ദൈവത്തെ പരീക്ഷിച്ച് പ്രാർത്ഥിക്കരുത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ചെറിയ ആഗ്രഹങ്ങൾ പോലും സാധിപ്പിച്ച് നമ്മെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. മനോഹയുടെ പ്രാർത്ഥന കേട്ടു എന്ന് വേദപുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല, നിങ്ങൾ 13-ാമത്തെ അധ്യായം വീട്ടിൽ പോയി വായിക്കുക. അതിൻ്റെ അകത്ത് മനോഹ പ്രാർത്ഥിച്ചു, മനോഹയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇന്ന് പകൽ ഈ സൺഡേ സർവീസിലും നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാതെ നിങ്ങൾ ഭാരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് മാനിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥനകൾ, ഹൃദയത്തിൻ്റെ അകത്ത് ശുദ്ധിയുള്ള പ്രാർത്ഥനകൾ, പ്രാർത്ഥനയ്ക്കകത്ത് രഹസ്യ അജണ്ടകളൊന്നുമില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നിശ്ചയമായിട്ടും സ്വർഗത്തിൽ ദൈവം ഇറങ്ങുവാനിടയാകാം. ഹൃദയത്തിൻ്റെ അകത്ത് രഹസ്യ അജണ്ടകളോടെ നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ അകത്ത് പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെട്ട് വരത്തില്ല. നാം ആരെങ്കിലും പരാജയപ്പെടുത്തുവാനോ തോൽപ്പിക്കുവാനോ, ആരുടെയെങ്കിലും കുടുംബങ്ങൾ തകർന്നു പോകുവാനോ, ആരുടെയെങ്കിലും തലമുറകൾ നശിച്ചു പോകാനോ, ആരെയെങ്കിലും തോൽപ്പിച്ച് അവരുടെ മുകളിൽ കയറുവാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കത്തില്ല. നമ്മൾ എത്ര തന്നെ നെഞ്ചു പൊട്ടി വിളിച്ചാലും ദൈവം അവിടെ ആ വഴിക്കേ വരത്തില്ല. പ്രാർത്ഥനയ്ക്കകത്ത് നീതി ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയ്ക്കകത്ത് ശുദ്ധി ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയ്ക്കകത്ത് രഹസ്യ അജണ്ടകളൊന്നും പാടില്ല. പ്രാർത്ഥിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് എന്ത് പ്രാർത്ഥിക്കാനുള്ള ലൈസൻസ് ദൈവം തന്നിട്ടില്ല. വ്യവസ്ഥ പ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ആരുടെയും നാശത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കരുത്, ആരെയും തോൽപ്പിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കരുത്, ആരുടെയെങ്കിലും മുമ്പിൽ കാണിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കരുത്. മറിച്ച് ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് തന്നെ താഴ്ത്തി നാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാം നല്ല ആഗ്രഹങ്ങളും അനുസരിച്ച് കേട്ട് ദൈവം ആ പ്രാർത്ഥനയ്ക്കകത്ത് മറുപടി തന്ന് മാനിപ്പാനിടയാകും. മനോഹമയുടെ
മനോഹയുടെ പ്രാർത്ഥന ന്യായമായ പ്രാർത്ഥനയായിരുന്നു. മനോഹയുടെ പ്രാർത്ഥന ന്യായമായ പ്രാർത്ഥന, ദൈവത്തിന് മറുപടി കൊടുക്കാൻ കൊള്ളാവുന്ന പ്രാർത്ഥന. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് ന്യായമായ കാര്യമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ന്യായമായ കാര്യങ്ങൾക്ക് മറുപടി തരുന്ന ദൈവമാണ്. അന്യായത്തിന് മറുപടി തരുന്ന ദൈവമല്ല, ന്യായമായ കാര്യത്തിന് മറുപടി തരുന്ന ദൈവമാണ്. അപ്പോൾ ഈ ശിംശോൻ എന്ന ഈ ദൈവശക്തിയുടെ അസാധാരണമായ ഫലങ്ങൾ വെളിപ്പെട്ട ഈ മനുഷ്യൻ ഇദ്ദേഹത്തെ ജനിപ്പിക്കുന്നതിന് മുമ്പേ അരുളപ്പാട് ഭാര്യയ്ക്കുണ്ടായപ്പോൾ എനിക്കും ആ അരുളപ്പാട് കേൾക്കണം. അങ്ങനെ മനോഹ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. 1-2 പ്രാവശ്യം ഒന്ന് പറഞ്ഞാട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അങ്ങനെ ദൈവം പ്രാർത്ഥന കേട്ടു. രണ്ടാമതും നോക്കിക്കേ, ഒരിക്കൽ അരുളപ്പാട് കൊടുത്തതുപോലെ തന്നെ രണ്ടാമതും അരുളപ്പാട് കൊടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ വരികയാണ്. ദൂതൻ വരുന്ന സമയത്ത് മനോഹ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൂത് കേട്ടിട്ട് വീട്ടിൻ്റെ അകത്തല്ല ഇരുന്നത്. ദൂത് കേട്ടിട്ടും താൻ തൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നോക്കിക്കേ, ഇന്ന് പകൽ ഞാൻ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മടി പിടിച്ച് നാം ഇരിക്കരുത്. നമ്മെ ആക്കി വെച്ചിരിക്കപ്പെടുന്ന മേഖലകളുടെ അകത്ത് നാം ഉത്സാഹികളായിരിക്കണം. ഉത്സാഹികളുടെ കയ്യിൽ സമ്പത്തുണ്ടാകും. അധ്വാനം ഉള്ള വ്യക്തികളായി തീരണം, കഠിന അധ്വാനികളായി തീരണം. ആയിരിക്കപ്പെടുന്ന മേഖലകളുടെ അകത്ത് നിങ്ങൾ ഹാർഡ് വർക്കറായി തീരണം യേശുവിന് അധികാരമുള്ള നാമത്തിൽ. എങ്കിൽ മാത്രമേ ദൈവത്തിന് നിങ്ങളെ മാനിക്കാൻ കഴിയത്തുള്ളൂ. മറ്റത് ഒരു ജോലിയും ചെയ്യത്തില്ല. തറയിൽ കിടക്കുന്ന ഒരു കുപ്പ പോലും എടുക്കത്തില്ല, മുറ്റം അടിച്ചു വാരത്തില്ല, വീട്ടിൻ്റെ അകത്ത് നോക്കിക്കേ കാര്യങ്ങൾ ചെയ്യത്തില്ല, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തില്ല, ഭർത്താവ് ചെയ്യേണ്ട കാര്യം ഭർത്താവ് ചെയ്യത്തില്ല, ഭാര്യയെ പറഞ്ഞോട്ടിക്കും. ഇങ്ങനെയുള്ള പലവിധമായ സമ്പ്രദായങ്ങൾ മടിപിടിച്ച് കാര്യങ്ങളുടെ അകത്ത് കാലെടുത്ത് വയ്ക്കാതെ വീട്ടുകാര്യം നോക്കാതെ അങ്ങനെ പല കുടുംബങ്ങളിലകത്തും ഡിസോർഡറായി ദൈവത്തിന് പോലും ചലിക്കാൻ കഴിയാത്ത അന്തരീക്ഷങ്ങൾ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ദൈവം ഉത്സാഹികളുടെ കയ്യിലാണ് സമ്പത്ത് തരുന്നത്. ദൈവം അധ്വാനിക്കുന്നവരുടെ കയ്യിലാണ് സമ്പത്ത് തരുന്നത്. നിങ്ങൾ ഏത് ഫീൽഡിലായിരുന്നാലും നിങ്ങൾ അധ്വാനിക്കണം. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. സഭയുടെ കാര്യങ്ങളുടെ അകത്ത് അവർ ആത്മാർത്ഥതയോടെ അവർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറയും, ദൈവത്തിന് നിങ്ങൾ സ്ഥാനം കൊടുക്കണം. അതേ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മാറരുത്. ഈ സീസൺ പഠിക്കാനാണ് ദൈവം നിങ്ങളാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കഠിന അധ്വാനം ചെയ്താലും ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ നടക്കും. പക്ഷേ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. പഠിക്കേണ്ട സമയം പഠിക്കണം. അധ്വാനിക്കുന്നവർ അധ്വാനിക്കേണ്ട സമയം അധ്വാനിക്കണം. ഗവൺമെൻറ് തലങ്ങളിലകത്ത് ജോലിയിൽ പ്രവേശിക്കപ്പെട്ടവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, അവർ കല്യാണം കഴിഞ്ഞ സമയത്ത് അവർ കണ്ടത് അവരുടെ ഭർത്താവ് ഒത്തിരി ബുക്കുകൾ മേടിച്ച് അവർ PSCയുടെ ടെസ്റ്റിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. അവർ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ പഠിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 1-2 ഗവൺമെൻറ് ജോലി കിട്ടി. അതിൻ്റെ അകത്ത് ഒരു ജോലിയിൽ ഇപ്പോൾ അദ്ദേഹം പ്രവേശിച്ചിരിക്കുകയാണ്. അവർക്കത് മനസ്സിലായി. കാരണം ഒന്ന് കയറ്റി അവനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ അവരത് കഷ്ടപ്പെട്ടത് കൊണ്ടാണ്, അവർ അധ്വാനിച്ചത് കൊണ്ടാണ് ഇന്ന് ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ എല്ലാവരും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പോയപ്പോൾ രാത്രിയെ പകലാക്കി അവർ പഠിപ്പാനിടയായി. അപ്പോൾ അതിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം വെളിപ്പെടുത്തി ദൈവം മാനിപ്പാനിടയായി. അതുകൊണ്ട് നമ്മൾ ദൈവം ആക്കി വെച്ചിരിക്കുന്ന മേഖലകളുടെ അകത്ത് നാം ഉടപ്പന്മാരായി തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സാധാരണമായ തലങ്ങൾ വെളിപ്പെടുത്തി ദൈവത്തിന് നമ്മെ മാനിക്കാൻ കഴിയത്തില്ല. ആയിരിക്കപ്പെടുന്ന മേഖലകളുടെ അകത്ത് ഹാർഡ് വർക്കറായി തീരണം. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട്, താങ്കൾ ഒരു ഹാർഡ് വർക്കറായി തീരണം. ഹല്ലേലൂയ. ആയിരിക്കുന്ന മേഖലകളുടെ അകത്ത് പലരും വിശ്വസ്തരല്ല. ആയിരിക്കുന്ന മേഖലകളുടെ അകത്ത് പലരും നോക്കിക്കേ കാര്യക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിച്ചു നിൽക്കപ്പെടുന്ന കുടുംബനാഥന്മാർ പല കുടുംബങ്ങളിലകത്തും പറയപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പാസ്റ്ററെ റിസ്ക് എടുക്കാൻ എൻ്റെ കുടുംബത്തിൻ്റെ അകത്തുള്ള കുടുംബനാഥന് വയ്യ, അദ്ദേഹം ഒരു പേടിയുള്ള വ്യക്തിയാണ്. നിങ്ങൾ റിസ്ക് എടുക്കണം, നിങ്ങൾ കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കണം, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. മനോഹയുടെ ഭവനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന സമയത്ത് മനോഹ വയലിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അധ്വാനശീലമുള്ള വ്യക്തി. നോക്കിക്കേ, ദൈവത്തിൻ്റെ ദൂതനോട് അവിടെ നിൽക്കുവാൻ പറഞ്ഞു. മനോഹയുടെ ഭാര്യ വയലിലായിരിക്കുന്ന മനോഹയെ വിളിച്ചുകൊണ്ടുവന്ന് അരുളപ്പാട് കേൾപ്പിക്കുകയാണ്. ഭാര്യയോട് പറഞ്ഞ അതേ അരുളപ്പാട് മനോഹയോടും ദൈവത്തിൻ്റെ ദൂതൻ അറിയിക്കുകയാണ്. ഈ ദൂതിൻ്റെ അകത്തുള്ള പ്രത്യേകത, ഉദരത്തിൻ്റെ അകത്ത് ഈ കുഞ്ഞിനെ ചുമക്കുന്ന സമയത്ത് മാതാവും ശ്രദ്ധിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാതാവും ശ്രദ്ധിക്കണം. മാതാവും വീഞ്ഞു കുടിക്കാൻ പാടില്ല. ഉദരത്തിൻ്റെ അകത്ത് ഉരുവാകുന്ന സമയത്ത് തന്നെ ശുദ്ധീകരണത്തിൻ്റെ തലങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ട് വാഗ്ദത്ത സന്തതിയെ ജനിപ്പിക്കുവാൻ വേണ്ടി മാതാവും ഒരുക്കമുള്ള മാതാവായി തീരണം. ഈ സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് മാതാപിതാക്കളാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എങ്ങനെ നടന്നാലും എൻ്റെ കുഞ്ഞിനെ ദൈവം മാനിക്കും. ആ തിയറിയേക്ക് മറന്നു കളയണം. നിങ്ങൾ നന്നായാൽ മാത്രമേ തലമുറകളെ കുടുംബത്തിൻ്റെ
അകത്ത് വാഗ്ദത്തങ്ങൾ ചുമക്കേണ്ട, വാഗ്ദത്തങ്ങൾ വഹിക്കേണ്ട തലമുറകൾ ദൈവം മാനിക്കേണ്ടതിന് മാതാപിതാക്കൾ ആ തലത്തിൽ ജീവിച്ചാൽ മാത്രമേ തലമുറകൾക്ക് അനുഗ്രഹം ചൊരിയാൻ കഴിയത്തുള്ളൂ. എത്രയോ ഭവനങ്ങളിലേക്ക് അനുഗ്രഹിക്കപ്പെടേണ്ട തലമുറകളുടെ വാഗ്ദത്തങ്ങൾ, മാതാപിതാക്കളുടെ സംസാരങ്ങൾ, മാതാപിതാക്കളുടെ രീതികൾ, രഹസ്യ പാപപ്രവർത്തികൾ, പാപത്തോടുള്ള മോഹങ്ങൾ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ നിമിത്തം വാഗ്ദത്തങ്ങളെ ഉടച്ചു കളഞ്ഞ് ദൈവസന്നിധിയിൽ എത്രയോ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ പൈതല്, എത്ര വലിയ പ്രവചനമായാലും അത് നിറവേറണമെങ്കിൽ കേട്ട വ്യക്തി വിശ്വസ്തരായിരിക്കണം. കേട്ട വ്യക്തി അത് പ്രാപിക്കുവാൻ വേണ്ടി യോഗ്യരായി തീരണം. കേട്ട ദൂതുകൾ പ്രാപിക്കുവാൻ വേണ്ടി വിധേയപ്പെടണം. ദൂത് കേട്ടിട്ട് പാപപ്രവൃത്തിയിലേക്ക് പ്രവേശിക്കപ്പെട്ട ദൈവത്തിന് അത് ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, മാതാവിനോട് പറയുകയാണ്, മാതാവ് ഉദരത്തിൻ്റെ അകത്ത് കുഞ്ഞിനെ ചുമക്കുന്ന സമയത്ത് നാസീർ അനുഷ്ഠിക്കേണ്ട തലമുറയാണ് ഉദരത്തിൻ്റെ അകത്ത് ഉരുവാകാൻ പോകുന്നത്. പ്രത്യേക ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി ജനിക്കാൻ പോകുന്ന തലമുറയാണ്. ഈ തലമുറയെ വഹിക്കപ്പെടുന്ന ഉദരത്തിൻ്റെ അകത്ത് വീഞ്ഞിൻ്റെ ഒരു അംശം പോലും പാടില്ല എന്നുള്ള ദൈവത്തിൻ്റെ കഠിനമായുള്ള തീരുമാനം ഈ മാതാവ് അത് അനുഷ്ഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കണ്ടീഷനുകൾ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് നാം ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് മാറ്റങ്ങൾ സംഭവിക്കത്തുള്ളൂ. നാം എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നാം നിരാശപ്പെട്ടിരുന്നത് കൊണ്ട് കഥയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തലങ്ങൾ, ശക്തിയുടെ അളവറ്റ വലിപ്പം വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കണ്ടീഷൻ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നാം ജീവിക്കണം. ശിംശോൻ എന്ന ദൈവ മനുഷ്യനെ കരുത്തുറ്റ പടയാളിയായിട്ട്, കാലഘട്ടം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ ശക്തി ചുമക്കപ്പെടുന്ന ദൈവത്തിൻ്റെ പടയാളിയായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി കുഞ്ഞുനാളിലെ വീഞ്ഞിൻ്റെ ഒരു അംശം പോലും ശരീരത്തിൻ്റെ അകത്ത് പാടില്ല. അവൻ നാസീർ അനുഷ്ഠിക്കുന്ന വ്യക്തിയായി തീരണമെന്ന ദൈവത്തിൻ്റെ പ്രത്യേക കണ്ടീഷൻ ആയിരുന്നു. നോക്കിക്കേ, മാതാവും പിതാവും അങ്ങനെ വളർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുനാളിലെ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യണം. ശിംശോൻ്റെ ആദ്യത്തെ വഴിവിട്ട ജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സമയത്ത് മാതാപിതാക്കൾ അവനെ വിലക്കുന്നതായിട്ട് വേദപുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. താൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന കുഞ്ഞുമായി ബന്ധപ്പെട്ട്, തൻ്റെ പാർട്ട്ണറുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ അവനെ വിലക്കുന്നുണ്ട്. മാതാപിതാക്കൾ അവനെ ശാസിക്കുന്നുണ്ട്. മാതാപിതാക്കൾ അവനെ ആ തലത്തിൽ തന്നെ വളർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞുനാളിൽ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കുന്ന അഭ്യാസമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത്. അടക്കം ചിട്ടയുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളുടെ മുഖം കറക്കുന്നത് പലർക്കും ഇഷ്ടമില്ല. കുഞ്ഞുങ്ങളെ ചിട്ടയായി വളർത്തത്തില്ല, കുഞ്ഞുങ്ങളെ ശാസിക്കത്തില്ല, കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കാതെ കുഞ്ഞുങ്ങളെ അമിതമായി ലാടിച്ച് ദൈവത്തിനേക്കാൾ പ്രാധാന്യം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂടാരങ്ങളുടെ അകത്ത് വിഗ്രഹമായിട്ട് വച്ചിരിക്കപ്പെടുന്ന പല മേഖലകളും നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞുങ്ങൾക്ക് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കട്ടത എന്തെന്നും പൈസയുടെ മാഹാത്മ്യം എന്തെന്നും പൈസയുടെ വാല്യൂ എന്തെന്നും അറിഞ്ഞ് അഹങ്കാരമില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളായി തീരട്ടെ. കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ ഉടനെ തന്നെ മേടിച്ചു കൊടുക്കുന്നതിലുപരിയായിട്ട് പൈസയുടെ വില എന്തെന്ന് മനസ്സിലാക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ ശാസിക്കുക. ചിലർക്ക് കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നത് ഇഷ്ടമില്ല, ചിലർ കുഞ്ഞുങ്ങളെ വഴക്ക് പറയത്തില്ല. പിന്നെ പറയേണ്ടവർ വഴക്ക് പറഞ്ഞോളും. ഇന്ന് പകൽ ദൈവം നിന്റെ കയ്യിൽ ഒരു അവസരം തരുമ്പോൾ കുഞ്ഞിനെ അങ്ങനെ തന്നെ വളർത്തുക. നിങ്ങളുടെ തലമുറകളെ അങ്ങനെ തന്നെ വളർത്തുക. സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനത്തിന് തുടക്കമിട്ട റോബർട്ട് റെയ്ക്സ് എന്ന ദൈവമനുഷ്യൻ, ഇദ്ദേഹം കഠിനമായിട്ടുള്ള ശോധനയിലൂടെയാണ് സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനം താൻ ആരംഭിച്ചത്. ഇംഗ്ലണ്ടിൽ സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനം ആരംഭിക്കപ്പെടുന്ന സമയം അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം ജയിലിലെ ശുശ്രൂഷകൾ ചെയ്യുകയാണ്. അദ്ദേഹം ജേർണലിസ്റ്റായിരുന്ന അദ്ദേഹം തൻ്റെ വിൻഡോയിൽ താനിരുന്ന് വായിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ ചേരി പ്രദേശത്തിൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റി ജീവിക്കുകയും കുഞ്ഞുങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയും ഈ തലമുറകൾ പിന്നത്തതിൽ വലിയ ഭാവികളായി തീരും, ജയിൽ പുള്ളികളായി തീരും. താൻ ചെയ്യുന്ന ജയിൽ ശുശ്രൂഷയിൽ ജയിൽ പുള്ളികൾ അകത്ത് കിടക്കുന്നത് പോലെ ഈ തലമുറകൾ ഭാവിയിൽ തെറ്റുകാരായി തീരുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനം താൻ ആരംഭിക്കാനിടയായി. ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ആ പ്രസ്ഥാനത്തിൽ അവിടുത്തെ അന്നത്തെ ആ കാലഘട്ടത്തിലെ ധനവാന്മാരുടെ സപ്പോർട്ടൊന്നും തനിക്കുണ്ടായിരുന്നില്ല. താനൊരു ധനവാനായിരുന്നെങ്കിലും തനിക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു. ജന്മിത്വവും മുതലാളിത്വവും ധനത്തിൻ്റെ മഹിമയിൽ ചലിക്കപ്പെടുന്നവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏറ്റക്കുറച്ചിൽ വരും. പാവങ്ങൾ ഉണ്ടായിരുന്നാലേ അടിമകളായിട്ട് കിടക്കത്തുള്ളൂ, പാവങ്ങൾ ഉണ്ടായിരുന്നാലേ അവർക്ക് വേണ്ടി എന്തും ചെയ്യത്തുള്ളൂ. തിരിച്ചറിഞ്ഞവർക്ക് നല്ലൊരു വിദ്യാഭ്യാസവും അവർക്ക് നല്ല ഉടുപ്പും അവർക്ക് നല്ല സംസ്കാരവും ലഭിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് റോബർട്ട് റെയ്ക്സിനെതിരെ അനേക നോക്കിക്കെ പകകളും നിന്ന വാക്കുകളും ഉരുവട്ട സാഹചര്യങ്ങൾ വെളിപ്പെട്ടു. സൺഡേ സ്കൂളിൻ്റെ ആരംഭ കാലഘട്ടം അദ്ദേഹം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെയെന്നറിയാവോ? വികൃതി പിടിച്ച കുഞ്ഞുങ്ങളാണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന കാലഘട്ടമായിരുന്നു. ചരിത്രം ഇങ്ങനെ പറയുന്നു, അതിൻ്റെ അകത്ത്
സമയത്ത് ചില കുഞ്ഞുങ്ങളെ കാലുകളെ വളരെയധികം വെയിറ്റുള്ള സാധനത്തിൽ കാലുകളെ കെട്ടിവെച്ചു. കാരണം യവന്മാർ ഓട്ടമാണ്, ഇരുന്ന് പഠിക്കത്തില്ല. ആ കാലുകളെ കെട്ടിവെച്ച് അങ്ങനെ ഇരുത്തി വചനം ഹൃദയത്തിൻ്റെ അകത്ത് കയറ്റി എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാണ് റോബർട്ട് റീക്സ് എന്ന ദൈവമനുഷ്യൻ സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനത്തെ ആരംഭിക്കാനിടയായത്. സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനം മുഖാന്തരം അനേകർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സൺഡേ സ്കൂളിൻ്റെ ആദ്യ പാഠങ്ങൾ അനേക തലമുറകൾക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൻ്റെ അകത്ത് വിടാതെ വീട്ടിൻ്റെ അകത്ത് മാളിക മുറിക്കകത്ത് പൂട്ടിയിട്ട് വളർത്തുന്ന നിന്റെ കുഞ്ഞിൻ്റെ കാര്യം എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുഞ്ഞിനെ സൺഡേ സ്കൂളിൽ വിടണം. രാവിലെ കുളിപ്പിച്ചൊരിപ്പിച്ച് ആ സ്കൂളിൽ പറഞ്ഞു വിട്ടില്ലെങ്കിലും സൺഡേ സ്കൂളിൽ വിടണം. ആദ്യ പാഠങ്ങൾ പഠിച്ച് കുഞ്ഞുങ്ങൾ വളർന്നാൽ കാലഘട്ടത്തിന് ഉണർവിന് വേണ്ടി കർത്താവ് നിങ്ങളുടെ തലമുറയെ ഉപയോഗിക്കാൻ ഇടയാകും. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ കുഞ്ഞിലെ തന്നെ അതിൻ്റെ ട്രെയിനിങ് കൊടുക്കണം. ഇവിടെ നടക്കുന്ന സൺഡേ സ്കൂൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺഡേ സ്കൂളാണ്. വളരെ നല്ലൊരു സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് നിങ്ങളുടെ തലമുറകൾ ഇതിൻ്റെ അകത്ത് ഇനിയും സൺഡേ സ്കൂളിൽ വിടാത്തവരുണ്ടെങ്കിൽ പ്രായമുള്ളവർക്കും ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാം. വളരെ അടുക്കും ചിട്ടയുമായിട്ടുള്ള ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരും. എല്ലാ ക്ലാസ്സും പഠനങ്ങളും എല്ലാ സ്റ്റാൻഡേർഡും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വേദപുസ്തകം മാത്രമല്ല, വേദപുസ്തകത്തിൻ്റെ അകത്തുള്ള ചരിത്രം സഹിതം ഉള്ള പഠനങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രായ വ്യത്യാസമെന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഭാഗമാകാം. നിങ്ങളുടെ ലൈഫിൽ അത് ബ്ലെസ്സിങ് ആയി തീരും. യേശുവിൻ്റെ അധികാരം. സൺഡേ സ്കൂളിന് പ്രാധാന്യം കൊടുക്കത്തില്ല, സൺഡേ സ്കൂളിൽ വിടത്തില്ല. നിസാരമാണ്. കോളേജിൽ എക്സാം ആണെങ്കിൽ ഓടും, സൺഡേ സ്കൂളിൽ എക്സാം ആണെങ്കിൽ മുങ്ങും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കോളേജിൽ പരിപാടിയാണെങ്കിൽ ഓടും, ചർച്ചിൽ പരിപാടിയാണെങ്കിൽ മുങ്ങും. എല്ലാ കള്ളത്തനങ്ങളും ഈ ദൈവത്തിൻ്റെ ദൈവിക മേഖലകളുടെ അകത്താണ് പലരും ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ആ തലത്തിൽ പഠിപ്പിച്ചാൽ പിന്നത്തതിൽ അത് വലിയ അനുഗ്രഹമായി തീരും. കുഞ്ഞുങ്ങളെ ആ തലത്തിൽ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത് വലിയ ചലനങ്ങളാക്കി കർത്താവ് തീർപ്പാനിടയാകും. യൗവനത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം. യൗവനത്തിൽ തന്നെ കർത്താവിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കാണുവാൻ വേണ്ടി ദൈവം നിങ്ങളെ കുഞ്ഞുങ്ങളെ അതിനു വേണ്ടി നിങ്ങൾ ഒരുക്കി കൊടുക്കുക. സഭാപ്രസംഗി 12-ാം അധ്യായം 1-ാമത്തെ വാക്യം, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവനകാലത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യൗവനകാലത്തിൽ ലോകമോഹങ്ങൾക്കും അതുപോലെയുള്ള പാപത്തിൻ്റെ പ്രവൃത്തികൾക്കും ഒഴുകിപ്പോകാതെ യൗവന പ്രായത്തിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുന്നത് ജീവിതത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. യൗവന പ്രായത്തിൽ സ്നാനം എടുക്കുന്നത്, യൗവനത്തിൽ ദൈവത്തിൻ്റെ മുഖം ചുമക്കുന്നത് ജീവിതത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ചില മാതാപിതാക്കളുണ്ട്, നല്ല പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് സ്നാനപ്പെടാൻ അവസരം ഒരുക്കി കൊടുക്കത്തില്ല. നല്ല പ്രായത്തിൽ സ്നാനപ്പെടേണ്ട കുഞ്ഞുങ്ങളെ തടഞ്ഞു വയ്ക്കുക. പിന്നത്തിൽ അവരുടെ കരച്ചിലും പ്രാർത്ഥനയും, എൻ്റെ പാസ്റ്ററെ എങ്ങനെയെങ്കിലും അവൻ വന്ന് വരണം, അവളൊന്ന് വരണം, അവളൊന്ന് സ്നാനപ്പെടണം. ചോദിക്കുമ്പോൾ മുമ്പ് അവൻ സ്നാനപ്പെടാമെന്ന് പറഞ്ഞു, മുമ്പ് അവൾ സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ബൗണ്ടറി വിട്ടുപോയി, ഇപ്പോൾ കരയുകയാണ്. ദൈവസന്നിധിയിൽ മടങ്ങി വരണം. കുഞ്ഞുപ്രായത്തിൽ സ്നാനപ്പെടുത്തണം. കുഞ്ഞുപ്രായത്തിൽ നിങ്ങളെ ആ തലമുറകൾക്ക് ഈ സുവിശേഷത്തിൻ്റെ വിത്തുകൾ അവിടെ ഹൃദയത്തിൻ്റെ അകത്ത് നിങ്ങൾ പാകണം. നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നു, യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നോക്കിക്കേ, വിലാപങ്ങൾ 3:27, ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. കുഞ്ഞുനാളിൽ ദൈവത്തെ അറിയുന്നത് അത് ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഗ്രഹമാണ്. കുഞ്ഞുനാളിൽ കർത്താവിന് വേണ്ടി ഓടണം. കുഞ്ഞുനാളിൽ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രയോജനപ്പെടുത്തണം. കുഞ്ഞുനാളിൽ അവരെ ദൈവിക കാര്യത്തിന് വേണ്ടി പറഞ്ഞു വിടണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാതാപിതാക്കളുടെ തീഷ്ണത ദൈവിക കാര്യത്തിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുവാൻ വേണ്ടിയുള്ള തീഷ്ണതയായിരിക്കണം. ദൈവിക കാര്യത്തിൻ്റെ അകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉഴപ്പന്മാരായി തീരരുത്. ദൈവിക കാര്യത്തിൻ്റെ അകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉത്സാഹികളായി തീരുക. അതിന് തന്നെ മാതാപിതാക്കൾ അവരെ പ്രേരിപ്പിക്കുക, അവരെ ഉത്സാഹിപ്പിക്കുക. മടിയന്മാരായിട്ടിരിക്കുന്നവരെ വഴക്ക് പറഞ്ഞ ആ തലത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കുക. അത് നിങ്ങളുടെ തലമുറകൾക്ക് തികച്ചും ബ്ലെസ്സിങ് ആയി തീരും. നാളുകൾ അവർ പറയും, കുഞ്ഞുനാളിൽ വചനം പഠിപ്പിച്ചതുകൊണ്ട്, വചനത്തിൻ്റെ വിത്തുകൾ ഹൃദയത്തിൻ്റെ അകത്ത് പാകിയതുകൊണ്ട്, പാപത്തിൻ്റെ മേഖലകളുടെ അകത്ത് വിടാതെ ആ വചനം എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അഭിമാനകരമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. കരമൊന്ന് ഉയർത്തുക, അവനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 13:5, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ്റെ തവലിൽ ശൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കണം. ഗർഭം മുതൽ. അപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ഗർഭം മുതൽ ഈ അമ്മയ്ക്ക് വീഞ്ഞു കുടിക്കാൻ പാടില്ല. അമ്മയും ആ തലത്തിൽ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ കുഞ്ഞിനെ ആ തലത്തിൽ പുറത്തു വരത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വാഗ്ദത്ത സന്തതികൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് വളർന്നു വരട്ടെ. കാലഘട്ടം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കരുത്തുറ്റ വാഗ്ദത്ത സന്തതികൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. ശിംശോൻ എന്ന ദൈവമനുഷ്യൻ്റെ ജനനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജനനമായിരുന്നു. പ്രത്യേക ദൗത്യം, പ്രത്യേകമായിട്ടുള്ള ദൈവിക കോളിങ് നിസ്സാരമായിട്ട് അതിനെ തച്ചുടച്ച് നിസ്സാരമായിട്ട് അതിനൊരു വില കൊടുക്കാതെ കളഞ്ഞ ഒരു ദൈവമനുഷ്യനാണ് ശിംശോൻ. അസാധാരണമായ ദൈവത്തിൻ്റെ ശക്തി ശരീരതലങ്ങളുടെ അകത്ത് വെളിപ്പെട്ട ഒരു മനുഷ്യൻ
മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയുടെ മഹത്വം കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു ദൈവമനുഷ്യനായിരുന്നു ഷിംഷോൻ. ഷിംഷോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചെറു സൂര്യൻ. ഈ നോക്കിക്കേ, ഇദ്ദേഹം ഉദിച്ചാണ് തുടങ്ങിയത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അന്ത്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇരുട്ടിലാണ് അവസാനിച്ചത്. തൻ്റെ കണ്ണുകൾ, വെളിച്ചം കാണേണ്ട കണ്ണുകളെ ഫെലിസ്തീയ മല്ലന്മാർ അതിനെ കുത്തി, അതിനെ കുരുട്ടാക്കി, കുരുടനായിട്ടാണ് താൻ അവസാനിച്ചത്. ജനിച്ചപ്പോൾ ഷിംഷോൻ എന്ന പേരിൻ്റെ അർത്ഥം ചെറു സൂര്യനായി ജനിച്ചവൻ അവസാനിച്ചത് ഇരുട്ടിലാണ്. ഇന്ന് പകൽ ഞാൻ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതായി തീരണം. ആരംഭം അടിപൊളിയാണ്, ആരംഭം സൂപ്പറാണ്, ആരംഭം നല്ലതാണ് പാസ്റ്ററെ. പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന സമയത്ത് എന്ത് ദൈവത്തിൻ്റെയോടുള്ള സ്നേഹമായിരുന്നു, എന്ത് തീഷ്ണതയായിരുന്നു, എന്ത് അഭിഷേകമായിരുന്നു. രാത്രിയെ പകലാക്കി പ്രാപിക്കുന്ന ദിനങ്ങൾ, മറ്റ് ചിന്തകളും മറ്റു മേഖലകളും ഇല്ലാതെ ദൈവത്തെ സേവിച്ച നാളുകൾ. ഹൃദയം തുറന്നൊരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അറിയാം അത് ഹൃദയത്തിൻ്റെ അകത്തുനിന്നാണോ പുറത്തുനിന്നാണോ. ആ തലത്തിൽ, ആത്മതലത്തിൽ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തെ വീട്ടിൻ്റെ അകത്ത് പ്രവൃത്തികൾക്ക് വേണ്ടി അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് ദൈവം വീട്ടിൻ്റെ അകത്ത് സ്ഥാനാധിപതിയായി, ദൈവം കർത്താവായി ചലിച്ച ആരംഭ നാളുകളുണ്ട്. ഇന്ന് പല ഭവനങ്ങളുടെ അകത്തും ദൈവം പുറത്താണ്. കാരണം കാര്യങ്ങൾ കഴിഞ്ഞു, കാര്യങ്ങളുടെ അകത്ത് മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ദൈവത്തിന് പലപ്പോഴും ഭവനത്തിൻ്റെ അകത്തും സ്ഥാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതായി തീരട്ടെ. നിങ്ങളുടെ ജീവിതം ആരംഭം എങ്ങനെയായിരിക്കുന്നല്ല, നിങ്ങളുടെ ജീവിതം അവസാനം എങ്ങനെയായിരിക്കുന്നു, അതിൻ്റെ അകത്താണ് ഏറ്റവും മഹത്വകരമായിട്ടുള്ള ചലനം. ഇന്ന് പകൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അനേകർ പട്ടു പോയിക്കൊണ്ടിരിക്കുന്ന മണ്ണിൽ നിൽക്കുന്നവർ വീഴാതിരിക്കാൻ സൂക്ഷിക്കാൻ വേദപുസ്തകത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുമ്പോൾ നമ്മളെക്കാളും ശ്രേഷ്ഠന്മാർ, നമ്മെക്കാളും ഉന്നതന്മാർ വീണ മണ്ണിൽ വീഴാതെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതാകണം? ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ചില ലൈഫിനെ ദൈവം തിരിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ സ്വീകരിച്ചോ, നിന്റെ അവസാനം ഏറെ നല്ലതാക്കി ദൈവം തീർക്കാൻ പോകുന്നു. കരമടിച്ചോ, വായ്കൾ തുറന്നോ, ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ നല്ല നാളുകൾ നീ കാണാൻ പോകുന്നു. നിന്റെ ശ്രേഷ്ഠതയുള്ള സീസൺ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ കൂടാരത്തിന്റെ അകത്ത് നന്മ വെളിപ്പെടാൻ പോകുന്നു. കാലഘട്ടം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവപ്രവൃത്തികൾക്ക് നീ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചോ, വായ്കൾ തുറന്നു. ഇന്നലകളല്ല നീ നാളുകൾ കാണാൻ പോകുന്നത്. നാളുകളിൽ ഏറ്റവും വലുത് നീ കാണാൻ പോകുന്നു. ഞാനിത് പറയുമ്പോൾ ദൈവാത്മാവ് എന്നോട് ആവർത്തിച്ച് പറയുന്നു, നിന്റെ സന്തോഷ നാൾ വരാൻ പോകുന്നതേ ഉള്ളൂ. നിന്റെ ദുഃഖകാലം അവസാനിക്കാൻ പോകുന്നു. നിന്റെ സാക്ഷ്യത്തിന്റെ നാളുകൾ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് പകൽ ചിലരുടെ ലൈഫിനെ തിരികെ ഈ അന്തരീക്ഷത്തിൽ ദൈവം ചിലരെ ഉയർത്താൻ പോകുന്നു. നിന്റെ വീട്ടിൽ ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു. നിന്റെ ദൈവം മാനിക്കാൻ പോകുന്നു. നിന്റെ മേൽ കിടക്കുന്ന ചങ്ങല പൊട്ടാൻ പോകുന്നു. അടുത്ത സീസണിൽ നീ എൻട്രി ആകാൻ പോകുന്നു. അടിച്ചോ, വായ്കൾ തുറന്നോ, എന്റെ ദൈവത്തെ ഒന്ന് നന്നായിട്ട് സ്തുതിച്ചോ. നിന്റെ കുടുംബത്തെ യേശു തൊടാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു ചില കുടുംബങ്ങളുടെ അകത്ത് ആരംഭത്തെക്കാൾ അവസാനം ഏറെ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതായി തീരാൻ പോകുന്നു. എന്നോട് ദൈവാത്മാവ് ആവർത്തിച്ചു പറയുന്നു, നിന്റെ ആരംഭത്തെക്കാൾ അവസാനം നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. സ്വീകരിച്ചോ. ചില കുടുംബങ്ങളെ നോക്കി കർത്താവിനെ ആവർത്തിച്ച് കാണിക്കുന്നു. ഇപ്പോൾ നീ കാണുന്നത് സാമ്പിളാണ്, ഒറിജിനൽ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. നീ ഇപ്പോൾ കാണുന്നത് ഒരു ടെസ്റ്റ് ഡോസ് ആണ്, ഒറിജിനൽ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ഞാനത് പറയുമ്പോൾ ദൈവാത്മാവിനോട് പറയുന്നു, ചിലരുടെ നല്ല നാളുകൾ വെളിപ്പെടാൻ പോകുന്നു. ചില ലൈഫിൽ സീസണുകൾ ചേഞ്ച് ആകാൻ പോകുന്നു. ഞാനിത് പറയുമ്പോൾ ഈ ദൂത് അതുപോലെ ചില തലമുറയുടെ പേര് സംഭവിക്കാൻ പോകുന്നു. നീ സന്തോഷം അനുഭവിക്കാൻ പോകുന്നു. നീ നന്മ അനുഭവിക്കാൻ പോകുന്നു. നീ ഉയർച്ചയിലേക്ക് പ്രവേശിക്കപ്പെടാൻ പോകുന്നു. നിനക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറക്കാൻ പോകുന്നു. നീ ചിരിക്കാൻ പോകുന്നു. വെറുതെ കരം പിടിക്കരുത്. ആരംഭത്തെക്കാൾ അവസാനം
നമുക്ക് നല്ലതേ 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 വരികയുള്ളൂ. ഓ നല്ലതേ 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 വരികയുള്ളൂ. നമുക്ക് നല്ലതേ 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 വരികയുള്ളൂ. ഓ എന്ത് വന്നാലും ഏത് വന്നാലും നല്ലതേ വരികയുള്ളൂ. ഓ എന്ത് വന്നാലും ഏത് വന്നാലും നല്ലതേ വരികയുള്ളൂ. ഓ നല്ലതേ 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 വരികയുള്ളൂ. വിശ്വാസത്തോടെ നിന്റെ കുടുംബത്തിൽ നല്ലതേ വരികയുള്ളൂ. വിശ്വാസിക്കട്ടെ, നല്ലതേ നല്ലതേ നിന്റെ തലമുറയ്ക്ക് നല്ലതേ വരികയുള്ളൂ. നമുക്ക് നല്ലതേ 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 വരികയുള്ളൂ. വായുകൾ തുറന്ന് ഒരുമിച്ച് നല്ലതേ 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 വരികയുള്ളൂ. നമുക്ക് നല്ലതേ വായുകൾ തുറന്ന് വിശ്വാസിക്കട്ടെ വരികയുള്ളൂ. ഏതു വന്നാലും ഏതു വന്നാലും നല്ലതേ വരികയുള്ളൂ. ഓ എന്തു വന്നാലും ഏതു വന്നാലും നല്ലതേ വരികയുള്ളൂ. നല്ലതേ നല്ലതേ നല്ലത് നടക്കാൻ പോകുന്നു. നമുക്ക് നല്ലതേ നിന്റെ വീട്ടിൽ സമൃദ്ധിയുടെ ഫലങ്ങൾ ദൈവം തുറക്കാൻ പോകുന്നു. നിന്റെ കുഞ്ഞിനെ ദൈവം മാനിക്കാൻ പോകുന്നു. നിന്റെ കടബാധ്യത തീരാൻ പോകുന്നു. നിന്റെ ലോണ് ക്ലോസാകാൻ പോകുന്നു. വിവാഹങ്ങൾ നടക്കാൻ പോകുന്നു. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കാൻ പോകുന്നു. എക്സാമുകൾ പാസ്സാകാൻ പോകുന്നു. രോഗികൾ സൗഖ്യമാകാൻ പോകുന്നു. നല്ലതേ വരികയുള്ളൂ. ഏതു വന്നാലും ഏതു വന്നാലും നല്ലതേ വരികയുള്ളൂ. ഏതു വന്നാലും ഏതു വന്നാലും നല്ലതേ വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ. ശാഖ 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 നല്ലതേ വരികയുള്ളൂ. ഓ നല്ലതേ 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 വരികയുള്ളൂ. നല്ലതേ 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 വരികയുള്ളൂ. बोलो यीशु मसीह की, बोलो यीशु मसीह की. ഇരുന്നാട്ടെ. യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നുന്നു, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഇവിടെ ശിംശോന്റെ ലൈഫിൽ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലത് അല്ലായിരുന്നു. പക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്നത് ആരംഭത്തെക്കാലം അവസാനം ഏറെ നല്ലതായിത്തീരണം. വേദപുസ്തകത്തിൻ്റെ അകത്ത് ആരംഭത്തെക്കാലം അവസാനം നല്ലതായിരുന്ന ഒത്തിരി ദൈവമനുഷ്യന്മാരുടെ ജീവിതം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ആരംഭം വളരെ കളർഫുള്ളായിരുന്നു, പക്ഷെ അവസാനം ഏറ്റവും പരാജയത്തിലേക്ക് പോയി. എവിടെയാണ് പരാജയം സംഭവിച്ചത്? തൻ്റെ ചിന്തകൾ, തൻ്റെ രീതികൾ, മാനുഷികമായിട്ടുള്ള തലങ്ങളിലേക്ക് ദൈവിക നിയോഗങ്ങളും നിയമത്തെയും തൻ്റെ കരുത്തുകൊണ്ട് താൻ തോൽപ്പിക്കാം, അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ ഇച്ഛകളും അതിൻ്റെ അകത്ത് താൻ കടത്തിവിട്ട് പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ അവസാനം ഏറ്റവും നല്ലതായിരിക്കണം. ഈ അനേക ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ആ മരണത്തിൻ്റെ സമയം ആകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് മുടക്കമായ എല്ലാ കാര്യങ്ങളും ദൈവം നിറവേറ്റി ദൈവം അവരെ മാനിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ഭവനമില്ലാത്തവർക്ക് ദൈവം ഭവനങ്ങൾ കൊടുത്ത്, ദീർഘനാളുകൾ വാടക വീടുകളുടെ അകത്ത് പാർത്തവർക്ക് സ്വന്തമായി ഭവനങ്ങൾ കൊടുത്ത്, ദീർഘനാളുകൾ കടബാധ്യതകൾ അനുഭവിച്ചവരുടെ ജീവിതത്തിൻ്റെ അകത്ത് കടബാധ്യതകൾ മാറ്റി, ദീർഘനാളുകൾ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മേഖലകളുടെ അകത്ത് വഴികൾ തുറന്ന്, കണ്ണടയ്ക്കുന്നതിന് മുമ്പേ ദൈവപ്രവൃത്തികൾ കണ്ട് ദൈവം കൂടെയുണ്ടെന്ന് തെളിയിച്ചിട്ടാണ് ഭക്തന്മാരുടെ കണ്ണുകൾ ദൈവം അടച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നാം വില കൊടുക്കണം, അതിനുവേണ്ടി നാം വിശ്വസ്തരായി നിൽക്കണം, അതിനുവേണ്ടി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയോടെ ചലിക്കണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ആരംഭം വളരെ കളർഫുള്ളായിരുന്നു.
എത്ര വളരെ അനുഗ്രഹിക്കപ്പെട്ട ജനനം. ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. പ്രത്യേകമായ ദൈവിക ദൗത്യത്തിന് വേണ്ടി ആ നാട്ടിൽ ആ ദേശത്തിൽ ഒത്തിരി പേര് ജനിച്ചെങ്കിലും ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിച്ച ഷിംഷോൻ, ദൈവം കൂടെ നിന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ പല പ്രത്യേകതകളുമുണ്ട്. അതിൻ്റെ അകത്തൊരു പ്രത്യേകതയാണ് ദൈവം തന്നെ അനുഗ്രഹിച്ചു എന്ന വേദപുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവം തന്നെ അനുഗ്രഹിച്ചു. മറ്റേ ന്യായാധിപന്മാരെക്കാളും പ്രത്യേകതകൾ ഷിംഷോൻ്റെ ലൈഫിൽ ഒത്തിരി ഉണ്ട്. അതിൻ്റെ അകത്തൊരു പ്രത്യേകതയാണ് ദൈവം തന്നെ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ അനുഗ്രഹത്തെ നിസാരമായിട്ട് ഉടച്ചു കളയുന്നുണ്ട്. ഇന്ന് പകൽ ഞാൻ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതായി തീരട്ടെ. ആരംഭം ഏറ്റവും നല്ലതായിരിക്കും, അവസാനം ഏറ്റവും അതിനേക്കാളും നല്ലതായിരിക്കണം. അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ഈ സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തുള്ള വേദന, ഹൃദയത്തിൻ്റെ അകത്തുള്ള പ്രാർത്ഥന അവസാനം നല്ലതായി തീരണം. കർത്താവേ, ഞാൻ വീണു പോകാൻ അങ്ങ് അനുവദിക്കരുത്. കർത്താവേ, എൻ്റെ കുടുംബം പട്ടുപോകാൻ ദൈവം അനുവദിക്കരുത്. കർത്താവേ, അശുദ്ധിയുടെ മേഖലകളുടെ അകത്ത് കാലെടുത്ത് വയ്ക്കാൻ അങ്ങ് അനുവദിക്കരുത്. ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളുടെ അകത്ത് ഞാൻ പോകാൻ അങ്ങ് അനുവദിക്കരുത്. അങ്ങനെ നാം പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ ഈ സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അവസാനമേറെ നല്ലതാക്കി കർത്താവ് തീർക്കും. കാര്യമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എത്രയോ വിശുദ്ധന്മാർ, എത്രയോ സഭകൾ ആദ്യം നല്ല ലക്ഷ്യമായിരുന്നു, ആദ്യം നല്ല ദൈവികമായിട്ടുള്ള ദർശനമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ദർശനത്തിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തി. ദർശനത്തിൻ്റെ അകത്ത് മാനുഷികമായിട്ടുള്ള ചലനങ്ങൾ അതിൻ്റെ അകത്ത് വരുത്തുകയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ മഹത്വവും അതിൻ്റെ അകത്ത് നിന്ന് പുറത്താകുകയും പിന്നത്തെ വലിയ പരാജയങ്ങൾ, വലിയ പള്ളി, ഇപ്പോൾ ഇരിക്കാൻ ആളില്ല. എത്രയോ സഭകളുടെ അകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പള്ളിയാണ്, പക്ഷെ ഇരിക്കാൻ ആളില്ല. ആദ്യകാലങ്ങളിൽ നല്ല ആളുകളായിരുന്നു, ഇപ്പോൾ ആളുകളില്ല. ദർശനം പോയി, ദൈവിക നിയോഗത്തിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറി, ദൈവവും അതിൽ നിന്ന് മാറുവാനിടയായി. ഇന്ന് പകൽ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തീക്ഷ്ണത കുറഞ്ഞു പോകരുത്. നാം ദൈവസന്നിധിയിൽ വളരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ആത്മീക വളർച്ചയെ നാം പഠിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വളരും തോറും താഴ്മ കൂടിക്കൊണ്ടിരിക്കും. ഒരു വ്യക്തി ആത്മീകമായിട്ട് വളരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് വളരും തോറും താഴ്മ കൂടിക്കൊണ്ടിരിക്കും. വളരും തോറും അഹങ്കാരം കൂടത്തില്ല. നമ്മുടെ പ്രശ്നം എന്താണ്? വളരും തോറും ഞാനെന്ന ഭാവം വെളിപ്പെട്ട് വരും. ഞാൻ മുഖാന്തരമാണ് എല്ലാം സംഭവിക്കുന്നത്. നമുക്കൊരു ചിന്ത വെളിപ്പെടും. വളരും തോറും അഹങ്കാരത്തിൻ്റെ മേഖലകൾ വെളിപ്പെടും. അഹങ്കാരം വലിയ പരാജയത്തിലേക്ക് പ്രവേശിക്കപ്പെടും. ഇന്ന് പകൽ ഈ സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ കരഞ്ഞതുപോലെ, ആരുമില്ലാതിരുന്നപ്പോൾ നിലവിളിച്ചതുപോലെ, ആ ദാരിദ്ര്യകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുടങ്ങാലും മടക്കി നെഞ്ചുപൊട്ടി കരഞ്ഞതുപോലെ വീണ്ടും ദൈവസന്നിധിയിൽ താഴാം. അത് ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും അന്ത്യസ്ഥിതി അതിമഹത്വമായി തീർക്കുവാൻ ദൈവം അതിനെ കാരണമാക്കി തീർക്കും. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഉയർത്തും തോറും ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഉയർത്തും തോറും കർത്താവിൻ്റെ പാതവിടെ നമുക്കിരിക്കാം. അത് നിലനിൽക്കുന്ന ഉയർച്ചയാക്കി കർത്താവ് തീർക്കട്ടെ. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ വലിയ വളർച്ചകൾ സംഭവിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങൾ കർത്താവ് അയക്കട്ടെ. ഈ സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ തലങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് തുറക്കട്ടെ. നിൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. എന്നോടൊപ്പം ഒന്ന് പറയാൻ പറ്റുമോ? നിൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. നിൻ്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, നിൻ്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. ഈ വാക്യം ചിലരുടെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ വാക്യം ചില കുടുംബങ്ങളുടെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. ഈ വാക്യം ചില തലമുറയുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഏറ്റവും നല്ലത് ഇതുവരെ ഈ വീഞ്ഞ് എവിടെ മറച്ചു വച്ചു, മറഞ്ഞിരിക്കുന്ന ചിലത് പുറത്തു വരാൻ പോവുകയാണ്. 2025 നവംബർ മാസം ദൈവസഭയെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് എന്റെ ദൈവം പുറത്തെടുക്കാൻ പോവുകയാണ്. അത് നിന്റെ തലമുറ എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ഇതുവരെ വീഞ്ഞ് എവിടെ മറച്ചു വെച്ചു? കർത്താവിനോട് പറയുന്നു, ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത് പുറത്തു വരാൻ പോകുന്നു. നിന്റെ തലമുറയെ ലോകം കാണാൻ പോകുന്നു. നിന്റെ കുടുംബത്തെ ലോകം കാണാൻ പോകുന്നു. നിന്നെ ലോകം അറിയാൻ പോകുന്നു. ചവിട്ടി താഴ്ത്തിയെടുത്തെന്ന് ദൈവം ഉയർത്താൻ പോകുകയാണ്.
ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ചില ലൈഫിൽ സീസണുകൾ ചേഞ്ച് ആകാൻ പോകുന്നു. നിന്നെ എത്ര തന്നെ മറച്ചിട്ടാലും, നിന്നെ എത്ര തന്നെ ഒളിപ്പിച്ചു വച്ചാലും, സമയമാകുമ്പോൾ നീ പുറത്തു വരും. ഒരു വിലയില്ലെങ്കിലും, ഒരു മണമില്ലെങ്കിലും, ഒരു നിറമില്ലെങ്കിലും, മണവും നിറവും രുചിയും വരുത്തി നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ നാട്ടുകാർ നിന്നെ നോക്കി ചോദിക്കാൻ പോകുന്നു, നീ ഇതുവരെ എവിടെ ആയിരുന്നു? ഈ ദൂത് അങ്ങനെ സംഭവിക്കട്ടെ, ഈ ദൂത് അങ്ങനെ സംഭവിക്കട്ടെ, ഈ ദൂത് അങ്ങനെ സംഭവിക്കട്ടെ. നിന്റെ കുടുംബം ദേശം അറിയാൻ പോകുന്നു. കർത്താവിനോട് പറയുന്നു, ക്രിസ്തുവിൽ ചിലരെ ദൈവം പ്രസിദ്ധമാക്കാൻ പോകുന്നു. ഇതിന്റെ അകത്തുള്ള ചില തലമുറകളെ ദൈവം മാനിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നല്ല വീഞ്ഞ് അവസാനം കൊടുത്തപ്പോൾ സകലരും ചോദിച്ചു, ഇതുവരെ ഈ വീഞ്ഞ് എവിടെയായിരുന്നു? ഈ വീഞ്ഞിന്റെ അനുഭവം വീഞ്ഞിനോട് ചോദിച്ചാൽ വീഞ്ഞ് പറയും, ഞാൻ കേവലം പച്ചവെള്ളമായിരുന്നു, എനിക്ക് മണമില്ലായിരുന്നു, എനിക്ക് നിറമില്ലായിരുന്നു, എനിക്ക് രുചിയില്ലായിരുന്നു. പച്ചവെള്ളമായിരുന്ന എൻ്റെ മേൽ മണവും രുചിയും നോക്കിക്കേ കളറും ഒക്കെ വരുത്തി, നോക്കിക്കേ അവിടെ വിരുന്നിന് വന്ന വ്യക്തികൾക്ക് അത് വിളമ്പി കൊടുത്തതുപോലെ. ഒരു നിറമില്ലാത്ത, നിറമെന്ന് പറയുമ്പോൾ ത്വക്കിൻ്റെ കളറല്ല, ഒരു യോഗ്യതയില്ലാത്ത, ഒരു കഴിവില്ലാത്ത, ഒരു സാധ്യതയില്ലാത്ത, ഒരു വാല്യൂ ഇല്ലാത്ത ചിലരെ കർത്താവ് മാനിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതിൽ ഒന്നാമൻ ഞാനെന്ന് പറയുന്നവർ ഒന്ന് ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചോ. നിന്റെ വീട്ടിൽ അത് സംഭവിക്കാൻ പോകുന്നു. ഇത് ഒരു സാധ്യതയില്ലാത്തവരെ ഉയർത്തുന്ന മാർഗമാണ്. ഞാനിത് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നു. ദൈവാത്മാവ് എന്നോട് ആവർത്തിച്ച് പറയുന്നു, ഇന്ന് പകൽ അത് സംഭവിക്കാൻ പോകുന്നു. വീണി നിന്റെ കുടുംബത്തിലാണ്, വീണി നിന്റെ തലമുറയുടെ മേലാണ്. നിന്റെ തലമുറയുടെ സീസണ് ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഒരു മിനിറ്റ് എല്ലാ കരവും അടിച്ച് ദൂതിനെ സ്വീകരിച്ചോ. ചിലവര് ദൂത് അങ്ങനെ തന്നെ പതികയോ. ഈ അന്തരീക്ഷം ഭയങ്കരമായി മാറുകയാണ്. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം തൊടുകയാണ്. കർത്താവിനോട് പറയുന്നു, ലോക പ്രസിദ്ധി ചുമക്കുന്ന തലമുറകൾ ക്രൈസ്റ്റ് ആർമിക്കകത്ത് എഴുന്നേൽക്കാൻ പോകുകയാണ്. ലോകം അറിയപ്പെടുന്ന ശക്തന്മാരെ എന്റെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. നീ ഇതുവരെ എവിടെ ആയിരുന്നെന്ന് നിന്റെ തലമുറയോട് ചോദിക്കാൻ പോകുകയാണ്. നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നല്ലത് വരാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ചിരി വരാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ ആർപ്പ് വരാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി വരാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ മാന്യതകൾ വരാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ ഉയർച്ചകൾ വരാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിൽ വാതിലുകൾ തുറക്കാൻ പോകുന്നു. ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ ലൈഫിൽ ഷിഫ്റ്റ് അയക്കാൻ പോകുന്നു. എൻ്റെ ചെവിയിൽ ഞാൻ ആവർത്തിച്ച് കേൾക്കുന്നു, സ്പിരിച്വൽ ഷിഫ്റ്റുകൾ ഇതിനകത്ത് സംഭവിക്കുക. ചില ലൈഫിൽ ആത്മീകമായിട്ട് ഭയങ്കര ഷിഫ്റ്റ്. ഇന്ന് പകൽ ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ കൊതിയോടെ സ്വീകരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ അത് സംഭവിക്കുക. ആവേശത്തോടെ സ്വീകരിച്ചോ, ആവേശത്തോടെ സ്വീകരിച്ചോ. മറ്റൊന്നും നീ പിടിച്ചില്ലെങ്കിൽ ഈ ദൂതിനെ പിടിക്കുക. ഈ ദൂത് നിന്റെ ചരിത്രത്തെ മാറ്റും. ഈ ദൂത് നിന്റെ ലെവലിനെ മാറ്റും. ഈ ദൂത് നിന്നെ അത്ഭുതം കാണിക്കും. ഈ ദൂത് ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്നത്. പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. സ്വീകരിച്ചോ, 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 സ്വീകരിച്ചോ. അപ്പോൾ പ്രാപിച്ചോ, 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 പ്രാപിച്ചോ. തൊടട്ടെ, 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 തൊടട്ടെ. വിരൽ തുമ്പുകളെ ദൈവം തൊടുക, നാവുകളെ ദൈവം തൊടുക. സ്പർശനങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഞാൻ ചിലരുടെ അധരങ്ങളെ തൊടാൻ പോവുകയാണ്. ഞാൻ ചിലരുടെ കരത്തെ തൊടാൻ പോവുകയാണ്. ഞാൻ ചിലരുടെ ശിരസിനെ തൊടാൻ പോവുകയാണ്. നിന്നെ മാനിക്കുന്ന നാളുകൾ വെളിപ്പെടാൻ പോവുകയാണ്. നിന്നെ ഉയർത്തുന്ന നാളുകൾ വെളിപ്പെടാൻ പോകുന്നു. നിന്റെ നല്ല കാലം ഓപ്പൺ ആകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഭയങ്കര സാക്ഷ്യങ്ങൾ ചില വീടുകളുടെ അകത്ത് കേൾക്കാൻ പോവുകയാണ്. ഈ ദൂത് അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നു. നിന്നെ കളിയാക്കിയവരുടെ നടുവിൽ ദൈവം നിന്നെ നിർത്താൻ പോവുകയാണ്. നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞ നിന്റെ കുടുംബത്തിന്റെ അകത്ത് തന്നെ അത്ഭുതങ്ങൾ ജനിക്കാൻ പോവുകയാണ്. നിന്റെ വീട്ടിന്റെ അകത്ത് വീര്യ പ്രവൃത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ വീട്ടിന്റെ അകത്ത് ചലനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്.
സാറിന്റെ മേൽ അത് പകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ മേൽ അത് സംഭവിക്കുകയാണ്. ഞാൻ അവർ കാണുന്നു തുടച്ചു കളയാൻ ശ്രമിച്ചവരുടെ നടുവിൽ കനത്ത ദൈവസാന്നിധ്യം ഇതിലേക്ക് തളിക്കുന്നു. ലൈഫിനെ തിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യേശുവെ എന്ന് വിളിച്ച് ആരാധിച്ചോ. നിന്റെ തലമുറ യേശു തൊടട്ടെ. യേശുവെ എന്ന് വിളിച്ച് സ്തുതിച്ചോ. തൊടട്ടെ 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 തൊടട്ടെ. യാത്ര പ്രകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല മണ്ണ് പ്രതി മാണിക്യം വെടിയോഗില്ല ഞാൻ ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയോഗില്ല ഞാൻ. കർത്താവിനോട് പറയുന്നു, ഇതിന്റെ അകത്ത് ഈ സീസണിൽ ഭയങ്കര സെലക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മാറുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് ദൈവം ചിലരെ തെരഞ്ഞെടുത്തതിന്റെ അടയാളമായി ചിലരെ ദൈവം കത്തിക്കാൻ പോവുകയാണ്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇത് സെലക്ഷനുകളുടെ മാസമാണ്, സെലക്ഷനുകളുടെ സീസണാണ്. ദൈവം ചിലരെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. വിശ്വസ്തന്മാരെ ദൈവം തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. അടുത്ത സീസൺ നിന്റെ സീസൺ ആകാൻ പോവുകയാണ്. ഓ തൊടട്ടെ 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 തൊടട്ടെ. വിട്ടുകൊടുക്കരുത്. ഈ ദൂത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി പിടിച്ചോ. ഈ ദൂത് നിന്റെ കുടുംബത്തിന് വേണ്ടി പിടിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ അത് കൂടാരത്തിനകത്ത് സംഭവിക്കുന്നത്. നിന്നെ അടിച്ചൊതുക്കിയ നാട്ടുകാരുടെ നടുവിൽ ആത്മീകരെന്ന് പറയുന്നവർ നിന്നെ ചവിട്ടി താഴ്ത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ കുടുംബത്തെ ഉയർത്താൻ പോകുകയാണ്. ഇന്നൊരു വിത്തിടുമ്പോ നാളെ അത് മുളയ്ക്കും. എന്നോട് ദൈവം പറയുന്നു, ചിലത് മുളയ്ക്കാൻ പോവുകയാണ്. നീ പൊട്ടിയെ പോലെ സ്വീകരിച്ചത്, നീ പൊട്ടനെ പോലെ സ്വീകരിച്ചത് മുളയ്ക്കാൻ പോവുകയാണ്. കർത്താവ് എന്നോട് പറയുന്നു, മുളയ്ക്കാൻ പോവുകയാണ്. നിന്റെ ലൈഫ് എന്താകുന്നെന്ന് തീരുമാനിക്കുന്ന സീസണിലാണ്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ഡിസംബർ കഴിയുന്നതിന് മുമ്പ് ദൈവം ചിലത് തീരുമാനിക്കാൻ പോവുകയാണ്. നിന്റെ വീടിന് വേണ്ടി ദൈവം ചിലത് തീരുമാനിക്കാൻ പോവുകയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് തീരുമാനിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ തന്നെ അത് ഭവനങ്ങളിലകത്ത് സംഭവിക്കട്ടെ. ദൈവം തീരുമാനിക്കുന്ന നാളാണ്. ഓ ഇതിനകത്ത് ഫയർ, ദൈവത്തിന്റെ തീ. നീ എന്നും ഈ അവസ്ഥയിലായിരിക്കത്തില്ല. നിന്റെ അവസ്ഥ മാറാൻ പോകുന്നു. നിന്റെ കാഴ്ച മാറാൻ പോകുന്നു. നിന്റെ സിറ്റുവേഷൻ ചേഞ്ച് ആകാൻ പോകുന്നു. നീ പുതിയ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നു. പുതിയ നന്മകൾ നീ അനുഭവിക്കാൻ പോകുന്നു. യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. അടുത്തിരിക്കുന്നവർ നോക്കരുത്, ഇത് പകർച്ചയുടെ സമയമാണ്. യേശുവേ എന്ന് വിളിച്ചോ, 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 യേശുവേ വിളിച്ചോ 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 വിളിച്ചോ. നീ വിളിച്ചത് സാധാരണ വ്യക്തിയല്ല. നീ വിളിച്ചത് സാധാരണ വ്യക്തിയല്ല. നിന്റെ ലൈഫിനെ തിരിക്കാൻ കഴിയുന്ന ദൈവം. ഓ വിളിച്ചോ 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 വിളിച്ചോ.
വിടുതൽ നിന്റെ വായുണ്ട്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാ. യേശുവെ വിളിച്ചോ. യേശു തൊടണ്ട. കെട്ടുപൊട്ടണം, കെട്ടുപൊട്ടണം. കെട്ടുപൊട്ടിയാലേ പറ്റത്തുള്ളൂ. എന്നെ ദൈവം തൊട്ടാലേ പറ്റത്തുള്ളൂ. എന്നെ ദൈവം തൊട്ടാലേ 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 പറ്റത്തുള്ളൂ. എന്നെ ദൈവം തൊട്ടാലേ പറ്റത്തുള്ളൂ. എന്നെ ദൈവം തൊട്ടാലേ പറ്റത്തുള്ളൂ. എന്നെ ദൈവം തൊട്ടാലേ പറ്റത്തുള്ളൂ. എന്റെ കുഞ്ഞിനെ ദൈവം തൊട്ടാലേ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞാരാധിക്കുക, അങ്ങനെ പറഞ്ഞാരാധിക്കുക. നീ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു, നീ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു. ഓ ഈ അന്തരീക്ഷം മാറുകയാണ്, ഈ അന്തരീക്ഷം മാറുകയാണ്, ഈ അന്തരീക്ഷം മാറുകയാണ്, ഈ അന്തരീക്ഷം മാറുകയാണ്. ഇപ്പോ കരഞ്ഞ പിന്നെ കരയത്തില്ല, ഇപ്പോ കരഞ്ഞ പിന്നെ കരയത്തില്ല. ഇതൊരു ദൂതായി സ്വീകരിച്ചോ. ഇപ്പൊ നീ നിലവിളിച്ച പിന്നെ നിലവിളിക്കത്തില്ല. കാരണം ഇവിടെ യേശു ഇറങ്ങി നിൽക്കുകയാണ്, ഇവിടെ യേശു ഇറങ്ങി നിൽക്കുകയാണ്, ഇവിടെ യേശു ഇറങ്ങി നിൽക്കുകയാണ്, ഇവിടെ യേശു ഇറങ്ങി നിൽക്കുകയാണ്. ഓ ശബന ബദന 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 യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. യേശുനാഥ നീ എൻ ദൈവം, വായികൾ തുറന്നു. യേശുനാഥ നീ എൻ ആശ്രയം, യേശുനാഥ നീ എൻ ശൈലവും എന്റെ കോട്ടയും നീ മാത്രമേ. ഇരുന്നാട്ടെ. സഭപ്രസംഗി 7-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ആരംഭം ചെറിയ തുടക്കമായിരിക്കും, ആരംഭം വലിയ കഷ്ടതയായിരിക്കും, ആരംഭം ആരും നിങ്ങളെ മാനിക്കാത്ത ആരംഭമായിരിക്കും. വിതയ്ക്കുമ്പോഴും അങ്ങനെയല്ലയോ? ഒരു കർഷകൻ വിതയ്ക്കുന്ന സമയത്ത് എന്തുമാത്രം പ്രതിസന്ധിയാണ്. അത് കണ്ണുനീരോടെയാണ് വിതയ്ക്കുന്നത്. അതിൻ്റെ അകത്ത് കഷ്ടപ്പാടുണ്ട്, അതിൻ്റെ അകത്ത് ഒത്തിരി ത്യാഗമുണ്ട്. പക്ഷേ കൊയ്ത്ത് വെളിപ്പെടുമ്പോൾ അതിൻ്റെ അകത്ത് വേദപുസ്തകത്തിൻ്റെ അകത്ത് കണ്ണുനീരല്ല പറഞ്ഞിരിക്കുന്നത്, ആർപ്പോടെ കൊയ്യും. അപ്പോൾ നിങ്ങളുടെ തുടക്കമൊക്കെ വലിയ കഷ്ടതയും പ്രതിസന്ധിയുമായിരിക്കും. ചിലരെ നിങ്ങളെ കാണുമ്പോൾ ചെറുതായിട്ട് കാണും. ഇതും വെച്ചുകൊണ്ടായിരിക്കുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്, ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതിൻ്റെ അകത്താണ് വലിയ കാര്യങ്ങൾ നീ പ്രതീക്ഷിക്കുന്നത്. നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു വിലയും ഒരു പക്ഷേ സമൂഹം തന്നെന്ന് വന്നേക്കത്തില്ല. ഒരു സാധ്യതയും നിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് കാണത്തില്ല. ഇത് വലിയ പൈസയുള്ളവർക്കാണ് ഈ കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ. ഈ കുറഞ്ഞ പൈസയിൽ താൻ എന്തിനു വേണ്ടിയാണ് പുറപ്പെടുന്നത്? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയൊക്കെ നിങ്ങളെ നിന്ദിക്കുന്നവർക്കാണ്. ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ പൈസയില്ല, പക്ഷേ വാഗ്ദത്തമുണ്ട്, വിദേശത്ത് പോകും. കർത്താവ് എന്നോട് പറയുന്നു, നീ പോകും. എവിടെ നിന്ന് പൈസ വരും, എങ്ങനെ സംഭവിക്കുന്നുണ്ട്, നീ പോകും. ഇതുപോലെയുള്ള പല ചലനങ്ങൾ ആരംഭം ചെറുതായിരിക്കും, ആരംഭം ഇടുങ്ങിയ സാഹചര്യമായിരിക്കും, പക്ഷേ അവസാനമേറെ നല്ലതാക്കി കർത്താവ് തീർക്കും. ദൈവം വിശ്വസ്തനാണ്. നല്ല നാളുകൾ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീട് ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ മഹത്വം നാളുകൾ വെളിപ്പെടാൻ പോകുന്നതേ ഉള്ളൂ.
നിങ്ങളുടെ ലൈഫിൽ എന്ത് നാളെ സംഭവിക്കാൻ പോകുന്നുവെന്ന് ദൈവം അതിൻ്റെ പൂർണ്ണത കാണിച്ചു തന്നാൽ ഇതിൻ്റെ അകത്ത് ആർക്കും വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. ഇന്ന് ദുഃഖവും കടബാധ്യതകളും പ്രതിസന്ധികളും അനുഭവിച്ച് താങ്ങാൻ കഴിയാത്ത വേദനകൾ അനുഭവിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ ഇതിൻ്റെ അകത്ത് എന്നൊരു പരിഹാരം ഉണ്ടാകും, ഞാൻ എന്നും ഇങ്ങനെ കരഞ്ഞ് ജീവിതം അവസാനിക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വാഴ്ത്തപ്പെട്ട ദൈവം ഒരു സെക്കൻഡ് നിൻ്റെ അടുത്ത സീസൺ എന്തെന്ന് കാണിച്ചു തന്നാൽ ഇന്നത്തെ ദുഃഖത്തെ ഓർത്ത് താടിയിൽ കൈവച്ചിരിക്കത്തില്ല, നീ നൃത്തം ചെയ്ത് സ്തുതിക്കും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം, അത് നിങ്ങളോടുള്ള ദൂതാണെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞോണം. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ നാളുകൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ കയ്യിൽ ദൈവം തലമുറ തരും. വീടില്ലാതെ ഭാരപ്പെടുന്നവർ നാളുകൾ എന്താ സംഭവിക്കുന്നത്? ദൈവം നിനക്ക് വീടുകൾ തന്നിരിക്കും. കുഞ്ഞുങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് കരയുന്നവർ നാളുകൾ നിന്റെ കുഞ്ഞിൻ്റെ വിവാഹം നടന്നിരിക്കും. വാഹനമില്ലാതെ നടന്ന് ദൂരങ്ങൾ യാത്ര ചെയ്ത് വരുന്നവർ നാളുകൾ നിന്റെ വീട്ടിൻ്റെ അകത്തും വാഹനങ്ങൾ വരും, ഒന്നിലധികം വാഹനങ്ങൾ വരും. വസ്തുക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വസ്തു നന്മകൾ കൊണ്ട് ദൈവം നിറയ്ക്കും. രാജ്യങ്ങളുടെ യാത്രകൾക്ക് വേണ്ടി കൊതിക്കുന്നവർ നാളുകൾ രാജ്യങ്ങളുടെ അകത്ത് ദൈവം നിനക്ക് അഡ്രസ്സ് തരും. ഇന്നത്തെ നിന്റെ കോലം മാറും, ഇന്നത്തെ നിന്റെ സ്ഥിതി മാറും, ഇന്നത്തെ നിന്റെ ലുക്ക് മാറും, ഇന്നത്തെ നിന്റെ സംസാരം മാറും, ഇന്നത്തെ നിന്റെ രീതി മാറും. ഇന്നു കണ്ട മിശ്രമന് നീ ഒരു നാളും കാണത്തില്ല. എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോയുണ്ട്, നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തെങ്കിലും കർത്താവ് അനുവദിച്ചാൽ എല്ലാവർക്കും കാണിച്ചു തരാം. ആരംഭത്തെ സൺഡേ സർവീസിൽ എത്ര പേരുണ്ടായിരുന്നു? ഓരോ നാളുകളും കടന്നു പോയപ്പോഴെടുത്ത ഫോട്ടോസ്. പലരുടെയും കോലം മാറി, ഒന്നാമത് എൻ്റേത് മാറി. എല്ലാവരുടെയും കോലങ്ങൾ ദൈവം മാറ്റി. ദൈവം നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറ്റും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മൊബൈൽ ഫോണുള്ളവരെല്ലാവരും നിങ്ങളുടെ ഒരു സെൽഫിയും നിങ്ങളുടെ വീടിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോളണം, അതെല്ലാം മാറാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം നിങ്ങളുടെ കോലത്തെ മാറ്റാൻ പോകുന്നു, ദൈവം നിങ്ങളുടെ രീതിയെ മാറ്റാൻ പോകുന്നു, ദൈവം നിങ്ങളുടെ ചുറ്റുപാടിനെ മാറ്റാൻ പോകുന്നു, ദൈവം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൽ ആവർത്തിച്ചു പറയുന്നു, ആരംഭത്തെക്കാൾ അവസാനം നല്ലതായി ഒരു ദൂത് പറയാൻ വിശ്വസിക്കുന്നവർ സ്വീകരിച്ച പ്രായമായ ചിലർ പറയുകയാണ്, എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. ഞാൻ ആത്മാവിൽ ആവർത്തിച്ചു പറയുന്നു, നിന്റെ സൗന്ദര്യം വർദ്ധിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് നിന്നെ പൊതിയാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ ദൈവം മടക്കി തരാൻ പോവുകയാണ്. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ അത് സംഭവിക്കട്ടെ. ശിംശോന്റെ പേരിന്റെ അർത്ഥം ചെറു സൂര്യൻ. അപ്പോൾ ശിംശോന്റെ ലൈഫ് ആരംഭം നല്ലതായിരുന്നു, അവസാനം നല്ലതല്ലായിരുന്നു. പക്ഷെ നമ്മൾ ചിന്തിച്ചത് എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആരംഭത്തെക്കാൾ അവസാനം ഏറെ നല്ലതായി തീരണം. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ വിധേയപ്പെടാം. ആരംഭത്തിൽ പ്രാർത്ഥിച്ചതിനേക്കാളും അധികമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവസാനം ഏറെ നല്ലതായി തീരത്തുള്ളൂ. ആരംഭത്തിൽ പവർഫുൾ പ്രേയേഴ്സ് ഇതിൻ്റെ അകത്ത് ചെയ്തവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥനകൾ, കാരണം എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു, ഓൾറെഡി എല്ലാ സെറ്റപ്പും ആയിക്കഴിഞ്ഞു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത അന്തരീക്ഷങ്ങൾ, അതിനെല്ലാം മുറിക്കണം. ഈ ദിവസങ്ങൾ വലിയ കാര്യങ്ങളാണ് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളുടെ അശ്രദ്ധ മുഖാന്തരം അതിനെ നിങ്ങൾ നഷ്ടമാക്കരുത്. തീവ്രമായിട്ട് ചലിച്ചോണം, ആരെയും നോക്കരുത്, ഒരു വ്യക്തിയെ നോക്കരുത്. കർത്താവിൻ്റെ മുഖത്ത് നോക്കി മുറുകെ പിടിച്ചങ്ങ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊള്ളണം. കർത്താവ് നിങ്ങളെ ഉയർത്തും. തക്ക സമയത്ത് ദൈവം നിങ്ങളെ മാനിക്കും. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. ആരെന്ത് പറഞ്ഞാലും യേശു നിങ്ങളെ ഉയർത്തും. നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾ പൊങ്ങിയിരിക്കും. ഒരു സപ്പോർട്ടില്ലാതെ നിങ്ങൾ ഉയർന്നിരിക്കും. ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. ദൈവം നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കും. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ അത് സംഭവിക്കുക. ശിംശോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചെറു സൂര്യൻ. ഈ സൂര്യൻ ഉദിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. സൂര്യൻ
ഒന്ന് ഉദിക്കാതിരുന്നാൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സൂര്യൻ ഉദിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ചെറുതല്ല, വലിയ ഭവിഷ്യത്തുകളാണ്. നമ്മുടെ ദേശത്തിൻ്റെ അകത്ത് ക്ഷാമങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിക്കും. കാരണം ഈ സൂര്യൻ്റെ രശ്മികൾ അതിൻ്റെ പ്രകാശത്തിലാണ് സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വളരുന്നത്. ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ അകത്തൊക്കെ ചെറിയ ഇൻഡോർ പ്ലാന്റൊക്കെ വയ്ക്കുമ്പോൾ അത് വെളിച്ചമില്ലാത്തടത്തും ആൾക്കാർ വയ്ക്കും. എങ്ങനെയാണെന്നറിയാമോ? അതിൻ്റെ അകത്ത് പ്രത്യേക ലൈറ്റൊക്കെ കൊടുത്ത് വയ്ക്കും. പക്ഷെ തെങ്ങിൻ്റെ മുകളിൽ ലൈറ്റ് കേട്ട് പറ്റത്തില്ല. തെങ്ങിൻ്റെ മുകളിലും പനയുടെ മുകളിലും ഒന്നും ലൈറ്റ് കേട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ സൂര്യൻ ഇരുണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദേശത്ത് സ്പിരിച്വലി ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ദേശത്ത് ഭയങ്കര ഇസ്രായേൽ മക്കളുടെ ലൈഫിൽ ഒരു കൂരിരുട്ട്, ഒരു ഡാർക്ക് സീസണായിരുന്നു. ഡാർക്ക് സീസൺ, ഡാർക്ക്. എനിക്ക് ചില പദങ്ങൾ പറയുമ്പോൾ വലിയ പേടിയാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേർ ഈ ഡാർക്ക് സീസൺ എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഞാൻ ഇട്ടിപ്പോയി. ഡാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ മീനിങ് ആണ്. എനിക്കതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാനിന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഇരുണ്ട കാലഘട്ടമായിരുന്നു, ഒരു ഡാർക്ക് സീസണായിരുന്നു. അപ്പോൾ ഈ സീസണിൽ ഇസ്രായേൽ മക്കൾക്ക് ഒരു ചെറു സൂര്യനായിട്ടാണ് ശിംശോനെ ദൈവം ജനിപ്പിച്ചത്. നമ്മളെല്ലാവരും ഇരുണ്ട കാലഘട്ടത്തിൽ സഞ്ചരിച്ചവരാണ്. നമ്മളെല്ലാവരും മുമ്പ് ഇരുട്ടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ദൈവം നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. എഫെസ്യർ 5:8 മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചം ആകുന്നു. മുമ്പേ നമ്മളെല്ലാവരും ഇരുളായിരുന്നു. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ, ഇരുട്ടിൻ്റെ ചിന്തകൾ, ഇരുട്ടിൻ്റെ രീതികൾ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഒക്കെ വെളിപ്പെട്ട് നാം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൻ്റെ അകത്ത് ലോകത്തിൻ്റെ വെളിച്ചമായ യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉദിക്കുകയും ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് യേശു കർത്താവ് പറയും. പിന്നത്തതിൽ യേശു കർത്താവ് വേദപുസ്തകത്തിൻ്റെ അകത്ത് പിന്നത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നാം ഓരോരുത്തരും ലോകത്തിൻ്റെ വെളിച്ചമായി തീർന്നു. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത്, അല്ലെങ്കിൽ ശിംശോനെ ചെറു സൂര്യനായിട്ട് തിരഞ്ഞെടുത്തതാണ് ഇസ്രായേൽ മക്കൾ അനുഭവിക്കപ്പെടുന്ന ഇരുണ്ട കാലഘട്ടത്തെ മാറ്റി വെളിച്ചം പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ്. ശിംശോന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്? ഉദിച്ച ഉദയസൂര്യൻ പിന്നത്തതിൽ അടഞ്ഞുപോയി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ശിംശോന്റെ ലൈഫ് ഇരുട്ടിലാണ് അവസാനിച്ചത്. കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ഈ കണ്ണ് പോയി കഴിഞ്ഞാൽ എല്ലാം പോകും, മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ഇരുട്ടിൻ്റെ മേഖലകൾ തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പേരുകൊണ്ട് അർത്ഥമില്ലാതെ പേരിൻ്റെ മഹത്വം പോലും കെടുത്തിക്കളഞ്ഞ പൈശാചിക തലങ്ങൾ അത് ഇടം കൊടുത്തത് ശിംശോനാണ്. ശിംശോന്റെ ജീവിതത്തിൻ്റെ അകത്ത് പരാജയത്തിന് ഇടം കൊടുത്തത് ശിംശോനാണ്. മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. ശിംശോനാണ് പരാജയത്തിന് ഇടം കൊടുത്തത്. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉദയ സൂര്യനായി അല്ലെങ്കിൽ ചെറു സൂര്യനായി ശിംശോനെ പോലെ ശോഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരാജയത്തിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. പരാജയത്തിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തിന് തിരിച്ചു വരവ് വലിയ പ്രയാസമാണ്. നാം വിചാരിക്കുന്നതിലും അധികമായിട്ടുള്ള തിരിച്ചുവരവുകളുടെ അകത്ത് വലിയ പ്രയാസമാണ്. പിന്നെ അതിൻ്റെ അകത്ത് തിരിച്ചു വരണമെങ്കിൽ ഒത്തിരി വിലകൊടുക്കേണ്ടി വരും, ഒത്തിരി കരയേണ്ടി വരും. ചില സ്ഥാനങ്ങളുടെ അകത്ത് ദൈവം മുഖം മറച്ചു നിൽക്കും, ചിലയിടത്ത് ദൈവം മാറി നിൽക്കും. മനഃപൂർവ്വമായിട്ടുള്ള പാപപ്രവൃത്തികൾ, അറിഞ്ഞുകൊണ്ട് പാപത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന മേഖലകൾ, തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വീണ്ടും ആ തെറ്റിലേക്ക് പ്രവേശിക്കപ്പെടും. എന്നും പാപം ചെയ്യുന്നു, എന്നും ക്ഷമ ചോദിക്കുന്നു, എന്നും കുറ്റം പറയുന്നു, എന്നും ക്ഷമ ചോദിക്കുന്നു, എന്നും പലതരത്തിലൂടെ സഞ്ചരിക്കുന്നു, എന്നും ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു. എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? പിന്നത്തെ ദൈവം അവസരം തരത്തില്ല. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് കെണിക്കകത്ത് വീഴരുത്, അറിഞ്ഞുകൊണ്ട് ഇരുട്ടിലേക്ക് പ്രവേശിക്കപ്പെടരുത്. ശിംശോന്റെ ലൈഫ് ഓരോ കാലഘട്ടത്തിലും നാം എടുത്തു പഠിക്കുമ്പോൾ ശിംശോൻ അറിഞ്ഞുകൊണ്ട് പരാജയത്തിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ശിംശോൻ ഈ നാസീർ വ്യവസ്ഥകളെ ബ്രേക്ക് ചെയ്തതായിട്ട് വേദപുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും. നാസീറിൻ്റെ വ്യവസ്ഥകളെ ബ്രേക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളുടെ മേലിട്ടിരിക്കപ്പെടുന്ന നിയോഗങ്ങളെ ഉടച്ചു കളയരുത്. ഒന്ന്, ന്യായാധിപന്മാരുടെ പുസ്തകം 14:8 അതിൻ്റെ അകത്ത് ശവത്തെ തൊടാൻ പാടില്ല എന്ന് പറയുന്നു. അതിൻ്റെ അകത്ത് ശവത്തിൻ്റെ അസ്ഥിയെ തൊടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 14:10-11 അതിൻ്റെ അകത്ത് വിരുന്നിൻ്റെ അകത്ത് പങ്കെടുത്തു. ആ വിരുന്നുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി വീഞ്ഞ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. 3, നമുക്കതിൻ്റെ അകത്ത് 3 കണ്ടീഷനെയും ശിംശോൻ ബ്രേക്ക് ചെയ്തു. 3, തലയിൽ ക്ഷൗരം ചെയ്യാൻ പാടില്ല. തലയിൽ ഉള്ള മുടിക്കകത്ത് ജടയ്ക്കകത്തായിരുന്നു. ഇതിൻ്റെ അകത്ത് ഏതോ ലൈറ്റ് പോയിട്ടുണ്ടല്ലോ, ഏതോ ലൈറ്റ് കരിയുന്നുണ്ട്. ഓക്കെ, തലയിൽ ഈ 2 ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. ഈ തലയിൽ മുടി കട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കണ്ടീഷൻ ആയിരിക്കപ്പെടുന്ന സമയത്ത് ശിംശോന്റെ ജടയെ മുറിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ നാസീറിൻ്റെ 3 വ്യവസ്ഥകളെ ശിംശോൻ ബ്രേക്ക് ചെയ്ത് കൃപയെ കളഞ്ഞ് കുടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉദയസൂര്യനായിട്ട് ഉദിക്കപ്പെടേണ്ടവൻ
പിന്നത്തതിൽ ഇരുളിലേക്ക് സഞ്ചരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഉദയസൂര്യനായി ഉദിക്കപ്പെട്ടവൻ ഇരുളിലേക്ക് സഞ്ചരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കരമൊന്ന് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കൊലോസ്യർ 1:13 നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപമായ പുത്രൻ്റെ രാജ്യത്തിലാക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് സന്തോഷത്തോടെ നമ്മൾ സ്തോത്രം പറയണം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്? പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഞാൻ മുൻകാലങ്ങളിൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. പുതിയ ആളുകൾക്ക് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് സ്തോത്രം? താങ്ക്സ് ഗീവിങ് ആണ്, നന്ദി പറയുന്നതാണ്. ഈ നന്ദി പറയുന്നത് ആണ് സ്തോത്രം. ഇന്ന് സ്തോത്രം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇരുട്ടിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് നാം സ്തോത്രം പറയണം, സ്തോത്രം കരയേറ്റണം. സ്തോത്രത്തിന് ശക്തിയുണ്ട്. സ്തോത്രം ഓരോ പ്രാവശ്യം നിങ്ങൾ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് സ്തോത്രം പറയുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കുന്ന നന്ദിയാണ്. സ്തോത്രം ഇനി മറന്നു പോകരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി എന്ന് പറഞ്ഞാൽ സ്തോത്രം പറയുന്നത് ദൈവത്തിന് നന്ദി പറയുന്നതാണ്. അതൊട്ടും കുറയ്ക്കരുത്. പണ്ട് ഈ ഒത്തിരി സ്തോത്രം പറയുമായിരുന്നു. ആരാധനകളുടെ അകത്ത് ആദ്യം കുറേ നേരം സ്തോത്രം പറയുമായിരുന്നു. ഇന്ന് അത് എല്ലായിടത്തും അല്ല, ചിലയിടത്തൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടുവിൽ അത് കൂടണം, അത് കുറയരുത്. എല്ലാവരുടെയും അധരങ്ങൾ സ്തോത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധരങ്ങളായി തീരണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപമായ പുത്രൻ്റെ രാജ്യത്തിലാക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ, എങ്ങനെ സ്തോത്രം പറയണം? കരഞ്ഞാണോ സ്തോത്രം പറയണം? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറയണം. ഹല്ലേലൂയ. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, ഈ പ്രകാശം അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 8:12 യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുൾ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ എന്ന് പറഞ്ഞു. ഇന്ന് പകൽ ഈ സന്ദേശം ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി തീർക്കാൻ പോവുകയാണ്. ലോകം വലിയ ഇരുട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപപ്രവൃത്തികൾ, കൊലപാതകങ്ങൾ, സമാധാനമില്ലാത്ത അന്തരീക്ഷങ്ങൾ, അവിടെ വെളിച്ചമേകുവാൻ വേണ്ടി കർത്താവ് നിങ്ങളെ പുറത്തെടുക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ സർവീസ് കഴിയുമ്പോൾ ദൈവം നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ഒരു വെളിച്ചമാക്കി നിർത്താൻ പോകുന്നു. ദൈവം നിങ്ങളുടെ തലമുറയ്ക്ക് ഒരു വെളിച്ചമാക്കി നിർത്താൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കാരം അടിച്ചോ, വായുകൾ തുറന്നു ദൈവത്തെ നിങ്ങളെ വെളിച്ചമാക്കാൻ പോവുകയാണ്. എവിടെയൊക്കെ ഇരുട്ടുണ്ടോ അവിടെയൊക്കെ കർത്താവ് നിങ്ങളെ വെളിച്ചമായിട്ട് നിർത്താൻ പോവുകയാണ്. ഇരുട്ടിന്റെ ശക്തികളെ തോൽപ്പിക്കുന്ന വെളിച്ചങ്ങളാക്കി കർത്താവ് നിങ്ങൾ നിർത്താൻ പോവുകയാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറഞ്ഞ് ഈ സർവീസിൽ ചിലരെ ദൈവം വെളിച്ചമാക്കാൻ പോവുകയാണ്. ഇത് അങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുന്നു. നീ കാൽ ചവിട്ടുന്നിടത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നിന്റെ പ്രസൻസ് ഇരുട്ടിനെ പുറത്താക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ നന്നായിട്ട് കരമടിച്ച് വായുകൾ തുറന്ന് എന്റെ ദൈവത്തെ സ്തുതിച്ചോ. നിന്റെ വെളിച്ചമായിട്ട് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ചില സ്ഥലത്ത് ദൈവം നിന്നെ നിർത്താൻ പോകുന്നു. ചില സ്ഥലത്ത് ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. പട്ടണ ശക്തികൾ നിന്റെ മുമ്പിൽ വഴിമാറാൻ പോകുകയാണ്. നിന്റെ ദേശത്തെ ഭരിക്കുന്ന ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ ഈ സർവീസിൽ നീ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ അത് സംഭവിക്കുന്ന പകലായി
ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപരൻ, ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപരൻ, ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിൽ എനിക്ക് അവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ എനിക്ക് അവൻ തണലേകി, താങ്ങി എന്നെ വഴി നടത്തി. തുണച്ചെന്റെ കണ്ണൂരിൽ പൊൻകരത്താൽ, തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. തുണച്ചെന്റെ കണ്ണൂരിൽ പൊൻകരത്താൽ, തുടിക്കുന്ന മാനം സ്വർഗ സന്തോഷത്താൽ. ജീവന്റെ ഉറവിൽ ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ പാപരൻ, ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപരൻ, ജീവനാൽ എന്നെയും. നമുക്കും ചന്ദനം വിശുദ്ധന്മാരാൻ
ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പറഞ്ഞോളൂ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എല്ലാ കണ്ണുകളും അടച്ചാണ്ട് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ ശിംശോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചെറു സൂര്യൻ. ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട എല്ലാ മക്കളും ലോകത്തിന് വെളിച്ചമായി തീരട്ടെ. കർത്താവ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരാക്കി തീർക്കുവാനാണ് കർത്താവ് നമ്മെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. ദുഃഖത്തിലായിരിക്കുന്നവർക്ക് സന്തോഷം പകരാൻ, മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ, സമാധാനമില്ലാത്തടത്ത് സമാധാനം വരുത്തുവാൻ, ഇരുണ്ട സാഹചര്യത്തിൻ്റെ അകത്ത് ലോകം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെളിച്ചമായിട്ടാണ് കർത്താവ് എന്നെ തിരഞ്ഞെടുത്തത്. എല്ലാ കണ്ണുകളും അടച്ച് ഈ പദങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. അപ്പോൾ എന്നെ വെളിച്ചമാക്കി തീർക്കണം. എല്ലാവരും പ്രാർത്ഥിച്ച് എന്നെ വെളിച്ചമാക്കി തീർക്കണം, എന്നെ വെളിച്ചമാക്കി തീർക്കണം, എന്നെ വെളിച്ചമാക്കി തീർക്കണം, എന്നെ വെളിച്ചമാക്കി തീർക്കണം. പ്രാർത്ഥിച്ച് ഈ പദമൊന്ന് ആവർത്തിച്ചൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. നിങ്ങളെ കർത്താവ് വെളിച്ചമാക്കി തീർത്താൽ നിങ്ങളുടെ പട്ടണത്തിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദുരാങ്ങൾ, നിങ്ങളവിടെ ചെന്ന് നിൽക്കുമ്പോൾ അനേക കുടുംബങ്ങളുടെ അകത്ത് അനർത്ഥം വന്നാലും, ദേശത്ത് അനേക കുടുംബങ്ങളുടെ അകത്ത് പരാജയങ്ങൾ, പൈശാചിക ശക്തികൾ വരുത്തിയാലും നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് അത് സംഭവിക്കത്തില്ല. കാരണം ലോകത്തിൻ്റെ വെളിച്ചമായ നീ നിൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് വാഴുന്നത് കൊണ്ടാണ്. എല്ലാ കണ്ണുകളും അടച്ച് സത്യസന്ധമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഭവനത്തിൽ അത് വെളിപ്പെടണം. നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ പട്ടണത്തിൻ്റെ അകത്ത് അത് വെളിപ്പെടണം. പല കുടുംബങ്ങളുടെ അകത്തും പൈശാചിക ശക്തികൾ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തികൾ ക്രൂശിക്കപ്പെടുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചം വരട്ടെ, വെളിച്ചം വരട്ടെ, വെളിച്ചം വരട്ടെ, വെളിച്ചം വരട്ടെ, വെളിച്ചം വരട്ടെ, വെളിച്ചം വരട്ടെ. എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള അറ്റ്മോസ്ഫിയർ മാറട്ടെ. ഇരുള് മാറിയാൽ വീടിൻ്റെ അന്തരീക്ഷം മാറും. ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നു പലരും ജനുവിനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇതിൻ്റെ അകത്ത് ഓൺലൈൻ വഴി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എൻ്റെ വീട്ടിൻ്റെ അകത്ത് എന്നെ ഒരു വെളിച്ചമായിട്ട് നിർത്തണം. ഓ സമന ബദല ബദല സംഭല ബദല റെഡ് ഷോൾ ഇട്ട മോള് ഇങ്ങോട്ട് വന്നേ മോനെ. റെഡ് ഷോൾ ഇട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് മുമ്പോട്ട് വാ. മോളെ ഇവിടെ നിന്നോ, ഇങ്ങോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ. നിങ്ങളുടെ പാരൻസ് ആണോ അത്? നിങ്ങളുടെ പാരൻസ് ആണോ? അതെ, പാരൻസ് ആണ്. വേഗത്തിൽ മുമ്പോട്ട് വാ. ഈ മകൾ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് പിടിച്ച് മുംബൈയിൽ നിന്ന് വന്നിരിക്കുകയാണ്. നിന്നെ മാനിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചേ. നിങ്ങൾ രണ്ടുപേരും എവിടെ നിന്നാണ്? നിങ്ങൾ പെട്ടിയൊക്കെ കൊണ്ടുവരുന്ന കണ്ടു. കോട്ടയത്ത് നിന്ന് ഒരാൾ, തൃപ്പൂണിത്തറ, എറണാകുളം. ഓക്കെ, എല്ലാവരും പ്രാർത്ഥിച്ചേ. അതിൻ്റെ പാരൻസ് ആണ്. എല്ലാവരും പ്രാർത്ഥിച്ചേ. രാധന എൻ്റെ യേശു രാജന്. കർത്താവിനോട് പറയുന്നു, ഈ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട്, തലമുറകളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലൈഫിൽ ദൈവ യാത്രകൾ തരും. കർത്താവ് നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിക്കാൻ പോവുകയാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഒത്തിരി വില കൊടുത്തു. അതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടും. നിങ്ങളുടെ ലൈഫിനെ ദൈവം തിരിക്കും. കർത്താവ് നിങ്ങളെ മാനിക്കും. എല്ലാ മാർച്ച് മാസവും നിങ്ങളുടെ ലൈഫിൽ വലിയ പ്രത്യേകതകൾ ദൈവം കുറിക്കും. അത്
ഷിഫ്റ്റുകൾ ദൈവം അയക്കുന്ന മാസങ്ങളാക്കി ദൈവം തീർക്കും. വരുന്ന മാർച്ച് നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കും. ശബാല ധൂര ബഹതുനിയ ജഗാല ധാന ചൂട ബാല ഹതുനിയ റബല സബല സഗദ ലഗതുനിയ അമ്പല ധീരജാല ഘടകജാല ഗതുനിയ. ഒരു സീസൺ കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സിനെയും ദൈവം മാറ്റും. തലമുറകളുമായി ബന്ധപ്പെട്ട് പിഴുത് അന്യരാജ്യത്ത് ഞാൻ നിങ്ങളെ നടിയിപ്പിക്കും. കർത്താവിൻ്റെ വലിയ പദ്ധതികൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. ദൈവം നിങ്ങളെ മാനിക്കും. ഇന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് 2 ഘട്ടങ്ങളായിട്ട് നിങ്ങളെ അവിടെ നിന്ന് പിഴുത് കളയുവാനും ഒട്ടിക്കുവാനും പിശാചും മനുഷ്യനും ശ്രമിച്ചു. മടുപ്പ് വരുത്തുന്ന, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങൾ വെളിപ്പെട്ടു. അതിൻ്റെ അകത്ത് മരണം പോലും വീട്ടിൻ്റെ അകത്ത് കയറ്റി വിടാൻ പിശാച് ശ്രമിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ മറച്ചു പിടിച്ച് നിർത്തിയതാണെന്ന് കർത്താവിനോട് ആവർത്തിച്ച് പറയുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. സ്നേഹിച്ചവർ നിന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നീ ഭയങ്കര പെയിനിലൂടെ കടന്നു പോയിട്ട വ്യക്തിയാണ്. നീ സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവിതം മതിയെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. യേശു നിങ്ങളെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കർത്താവിനോട് പറയുന്നു, മോനെ, ഈ യാത്ര നീ പ്രതീക്ഷിച്ച് വന്നതാണ്. ഇതിൻ്റെ അകത്ത് പങ്കെടുക്കണം. എനിക്കിവിടെ വരണം. കർത്താവ് പറയുന്ന നിൻ്റെ ലൈഫിൽ ഒരു മാറ്റം ദൈവം അയക്കും. ദൈവം നിന്നെ ഉയർത്തും. എന്നോട് മോളെ, കർത്താവ് പറഞ്ഞു, നീ മുംബൈയിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ചില പദ്ധതികൾ നിന്റെ ലൈഫിൽ ദൈവം ഒരുക്കാൻ പോവുകയാണ്. കർത്താവിനോട് പറയുന്നു, ഞാൻ നിന്നെ മാനിക്കാൻ പോവുകയാണ്. നിനക്കൊരവസരം ദൈവം തരാൻ പോവുകയാണ്. ഇപ്പോൾ കർത്താവ് ഒരു ഡോറ് നിനക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ശബലഗതന് 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 7-ാം മാസവുമായി ബന്ധപ്പെട്ട് നീ അതിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വയ്ക്കും. കർത്താവ് നിന്നെ ഉയർത്തും. നിന്നെ പറ്റിച്ചവരുടെ നടുവിൽ, നിന്നെ മുറിവേൽപ്പിച്ചവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കും. കാഴ്ചക്കാരായിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. എല്ലാവരും വായുകളൊന്ന് തുറന്ന് നിങ്ങളുടെ വീട്ടിൽ കർത്താവിനെ ചിലർ അറിയാൻ പോവുകയാണ്.
കർത്താവ് എന്നോട് പറയുന്നു, ദൈവസ്നേഹം നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ചലിക്കാൻ പോവുകയാണ്. രക്ഷയുടെ തലങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിന്റെ അകത്തുള്ള ചില വ്യക്തികളെ കർത്താവ് സ്പർശിക്കാൻ പോവുകയാണ്. എന്നോട് ദൈവാത്മാവ് ആവർത്തിച്ച് പറയുന്നു, യോശുവ ഭക്തൻ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ പദ്ധതികളെ, അതിന് വിരോധമായ പദ്ധതികളെ എൻ്റെ ദൈവം വെട്ടും. നിങ്ങളുടെ വീടിനകത്തൊരു ശുദ്ധീകരണം ദൈവം അയക്കാൻ പോവുകയാണ്. ഈ നമ്മളെ ഇങ്ങോട്ട് നോക്കി, നിനക്ക് വേണ്ടി കർത്താവിനെ ദുബായിലേക്ക് ഒരു ഡോർ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. നീ ട്രാവൽ ചെയ്യുന്ന വെളിപ്പാട് കർത്താവിനെ കാണിക്കുന്നു. ഈ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കർത്താവിന് ഭയങ്കര ഫേവർ ദൈവം എന്നെ കാണിക്കുന്നു. ഞാൻ ഈ മകൾക്ക് വേണ്ടി ദുബായ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ദൈവം എന്നെ കാണിക്കുക. കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ ലൈഫിൽ ഉയർച്ചകൾ. അടുത്ത വർഷം നിങ്ങൾ ട്രാവൽ ചെയ്യും. നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. വീണ്ടും നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഫേവർ നിങ്ങളുടെ ലൈഫിൽ വിടാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. നിങ്ങളെ ഇപ്പോ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കെട്ടിനെ ദൈവം അഴിക്കാൻ പോവുകയാണ്. മാസക്കണക്കുള്ള യാത്രകൾ ദൈവം ഒരുക്കും. ചില പർപ്പസുകൾ ദൈവം തുറക്കും. ദൈവം മാനിക്കും. വീണ്ടും ട്രാവലിംഗ്. കർത്താവിന്റെ വലിയ ഗ്ലോറി കൊണ്ട് കർത്താവ് നിറയ്ക്കും. ഒത്തിരി കരഞ്ഞവളാണ്. പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ച് പലരെയും കയറ്റിവിട്ട് പലർക്കും വേണ്ടി നിലവിളിച്ച് 23 തകർത്ത് കളഞ്ഞ വർഷം, നിന്നെ ഉടച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച മണ്ഡലങ്ങൾ, അർബലബദല ഘടകജലകത്തിന് അവിടുന്ന് കാലെടുത്ത് വെച്ച് 25 വരെ നിർത്തി ദൈവം തെളിയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒന്നും നടക്കത്തില്ലെന്ന ചിലർ പറയുന്നേ. എന്നോട് ദൈവാത്മ പറയുന്നു, നടക്കാൻ പോവുകയാണ്. ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. സാധിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. Hallelujah.
ഇന്നലെ വ്യക്തമായി കണ്ട ഒരു വെളിപ്പാടാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അല്ലേ? ഈ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും സാധിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കപ്പെടുന്ന മേഖലകളാണ്. കർത്താവിനോട് പറയുന്ന യേശു നിങ്ങളുടെ കരുതി പിടിച്ചിട്ടുണ്ട്. ഈ നിങ്ങളെ ദൈവം വഴി നടത്താൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ വലിയ തിരിവുകൾ ദൈവം അയക്കാൻ പോവുകയാണ്. പുതിയ ആണ്ടുമായി ബന്ധപ്പെട്ട് വലിയ പുറപ്പാടുകൾ നിങ്ങളുടെ ലൈഫിൽ ദൈവം ഒരുക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒറ്റയല്ല, ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ആവർത്തിച്ച് പറയുന്നു. ദൈവം നിങ്ങൾ നടത്താൻ പോവുകയാണ്. ഈ ഇന്ന് പകൽ നിങ്ങളുടെ ലൈഫിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഡോറുകൾ കർത്താവ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ കാണാത്ത ചില ചലനങ്ങൾ ദൈവം അയക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ സീസണെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും വഴികൾ തുറക്കട്ടെ, യാത്രകൾ തുറക്കട്ടെ. നിങ്ങളുടെ എതിരായി നിൽക്കുന്ന ഭർത്താവ് നിങ്ങളോടൊപ്പം ദൈവത്തെ അറിയാൻ പോവുകയാണ്. ഈ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ കാണിക്കുന്നത് വീട്ടിൻ്റെ അകത്ത് വലിയ മാനസാന്തരം വായിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വീടിനെ ദൈവം ശുദ്ധീകരിക്കാൻ പോവുകയാണ്. യോശുവ ഭക്തൻ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് ആവർത്തിച്ച് പറയുന്നു, ഇന്ന് ഇവിടെ വന്നത് ചിലരെ പിടിക്കാനത് കാരണമായി തീരാൻ പോവുകയാണ്. കാരണം അടിച്ച യേശുവിന് മഹത്വം കൊടുത്താണ്. മാനസാന്തരം നടക്കട്ടെ, കൂട്ട ശുദ്ധീകരണം നടക്കട്ടെ, കൂട്ട ചലനങ്ങൾ സംഭവിക്കട്ടെ. ഒരു കാര്യം മാത്രം ആഗ്രഹിക്കുന്നു, അതുതന്നെ നിത്യവും വംശിക്കുന്നു. നിൻ മനോഹരത്വം കാൺമാൻ, നിന്നാലയത്തിൽ വസിപ്പാൻ, നിൻ മുഖ ശോഭ കാൺമാൻ യേശുവേ. ഭയങ്കര പ്രാർത്ഥനാ പോരാളിയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിലകത്ത് മറുപടികൾ ദൈവം അയക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ദൈവം അയക്കാൻ പോവുകയാണ്. നിങ്ങൾ നിന്ന സ്ഥലത്ത് നിങ്ങൾ നിന്നതല്ല, കർത്താവ് നിങ്ങളെ നിർത്തിയതാണ്. 2 തവണ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ വിഷയങ്ങളുണ്ടായി, അതിൻ്റെ അകത്ത് ദൈവം നിർത്തിയതാണ്. കർത്താവിനോട് പറയുന്നു, തലമുറകളുമായി ബന്ധപ്പെട്ട യാത്രകൾ ദൈവം ഒരുക്കും. ഒരു സീസൺ കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സുകൾ ചേഞ്ച് ആകും. ആ ഫലത്തിൽ ദൈവം നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. അതിലുപരി നിങ്ങളുടെ ശരീരത്തിന്റെ അകത്തും ഒരു ഹീലിംഗ് ദൈവം അയക്കാൻ പോവുകയാണ്. ശരീരത്തെ കെട്ടിയ മണ്ഡലങ്ങൾ ദൈവം പൊട്ടിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ഒരു അത്ഭുതം നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് ദൈവം അയക്കാൻ പോവുകയാണ്. കരമടിച്ചു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്യണം. ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ എല്ലാവരും എഴുന്നേറ്റ്
പിതാവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. എല്ലാ കരവും ഉയർത്തിപ്പിടിച്ച് ഇതിൻ്റെ അകത്തിരിക്കുന്നവരും ഓൺലൈൻ വഴി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരും നന്നായി അറിയുന്ന കർത്താവ്, മറ്റെല്ലാവരെക്കാളും നന്നായി അറിയുന്ന ദൈവം, നമ്മുടെ അവസ്ഥകളെ നന്നായി അറിയുന്ന കർത്താവ്, അപ്പായേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുന്നു. അങ്ങയുടെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഈ മക്കൾ ഉദയ സൂര്യനായി ലോകത്തിൻ്റെ വെളിച്ചമായി ആയിരിക്കപ്പെടുന്ന മേഖലകളുടെ അകത്ത് പ്രകാശമാക്കി ദൈവം തീർക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ കാൽ ചവിട്ടുന്ന സ്ഥലങ്ങളുടെ അകത്തുള്ള ഇരുളുകളെ കർത്താവ് മാറ്റണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തലങ്ങൾ കൂടാരത്തിൻ്റെ അകത്ത് ദൈവം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന മണ്ഡലങ്ങളെ കർത്താവ് എടുത്തു മാറ്റി അധികം ശോഭിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായി തീരട്ടെ, ഒരു പ്രകാശം പരത്തുന്നവരായി തീരട്ടെ, അത്ഭുതമാക്കി ദൈവം വരെ തീർക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.